ഹലോ നമസ്കാരം. ചന്ദ്രകാന്ത ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. നമ്മുടെ നവംബർ മാസത്തിലെ അവസാന ആഴ്ചയിലാണ്. അപ്പോൾ 2025 ഡിസംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പിനും ഓരോ ചാം വീതം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒരു ഗ്രൂപ്പിൽ തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അഥവാ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൊതുവെ ഡിസംബർ മാസത്തിന്റെ ഒരു എനർജി എന്താണെന്ന് നമ്മൾ നോക്കുന്നു. അതിനുശേഷമാണ് കരിയർ, ഫൈനാൻസ് തുടങ്ങിയ മേഖലകളിലേക്ക് നമ്മൾ പോകുന്നത്. 2025 ഡിസംബർ മാസം ഗ്രൂപ്പ് 1ന് എങ്ങനെയാകും? ഓക്കെ, 2025 ഡിസംബർ മാസം ഗ്രൂപ്പ് 1ന് എങ്ങനെയാകും? അപ്പോൾ പൊതുവെ നമുക്കൊരു എനർജി കാണുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഓക്കെ, ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരാൻ വിഷ് ഫുൾഫിൽമെന്റ് എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് കാണാം 9 ഓഫ് കപ്സ് ഉണ്ട്. അണ്ടർലൈങ് എനർജി എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. അഗെയിൻ മാനിഫെസ്റ്റേഷനുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് മെജീഷ്യൻ കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ആദ്യമേ പറയുന്നു, നിങ്ങൾ വളരെയധികം ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നു. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, അപ്പൊ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ്. ഓക്കെ, പുതിയതായിട്ട് എന്തെങ്കിലും കലാപരമായി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കലയെ തന്നെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കാന്നൊക്കെ പറയാലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുന്ന ഒരു മാസമായിട്ട് കാണുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, കാരണം അത് പറയുമ്പോൾ നമ്മൾ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ ചെയ്യുക, പക്ഷെ അതിലൂടെ നിങ്ങളുടെ എനർജിയിലാണ് ഡിഫറൻസ് വരുന്നത്. ആ എനർജിയിൽ ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ടവർ കാർഡ് വന്നതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ്സ്, ഇതിനൊക്കെ ഒരു സാധ്യത. അതായത് നിങ്ങൾ ഡിവൈൻലി അലൈൻഡ് ആകുന്നതനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കാം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു ഡിസംബർ മാസം വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എനിക്ക് ഈ ഒരു കാര്യം നടന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാകാം അത്. പക്ഷെ വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളെ തന്നെ ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരിക, നിങ്ങളൊട്ട് എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് സംഭവിക്കാം. അങ്ങനെ സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യത ഏറെയുള്ള ഒരു സമയമാണ് ഡിസംബർ മാസം. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് എന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, അപ്പൊ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരുന്നു. പക്ഷെ ഇതെല്ലാം നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നതായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ ഫിസിക്കൽ വെൽബീയിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യപരമായിട്ടൊരു എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, പോസിറ്റീവായിട്ട് ഒരു മാറ്റം വരുന്നു. ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വരുന്നു.
അത് നിങ്ങളുടെ ആഗ്രഹത്തോട് അലൈൻഡ് ആയി നിൽക്കുന്ന രീതിയിൽ അങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ നല്ല രീതിയിൽ ഉള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും വളരെ ഒരു സാറ്റിസ്ഫൈഡ്, ഒരു സംതൃപ്തിയും ഒരു സന്തോഷവുമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഡിസംബർ മാസത്തിൽ കാണുന്നത്. അങ്ങനത്തെ ഒരു ആ രീതിയിലായിരിക്കും പൊതുവെ കാര്യങ്ങൾ നടക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ആ ഒരു നന്ദി, നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഈശ്വരന് നന്ദി അവിടെ അറിയിക്കുക. ജസ്റ്റ് നമ്മളെ സങ്കടങ്ങൾ പറയുമ്പോൾ എത്ര ഡീറ്റെയിൽ ആയിട്ടാണോ പറയുന്നത്, അതേപോലെ തന്നെ സന്തോഷം വരുമ്പോഴും നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അതുപോലെ തന്നെ സമയമെടുത്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാൻ മറക്കരുത് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്. ഓക്കെ, ഇനി 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 1ന്റെ കരിയറിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത? 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 1ന്റെ കരിയറിൽ എന്തൊക്കെ സംഭവിക്കാനാണ് സാധ്യത? King of Swords, clarify the King of Swords. Four of Swords, King of Wands, Seven of Swords, clarify the Seven of Swords. Thank you. ഓക്കെ, നമുക്ക് കരിയർ മേഖലയിൽ കാണുന്നത് ഒരുപാട് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി നമ്മൾ കാണുന്നുണ്ട്, കൺഫ്യൂഷൻ. അതുപോലെ തന്നെ പലരും നിങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അതും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ചിലപ്പോ അവരുടെ ട്രൂ ഇന്റൻഷൻ മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരികയാണ്. അതായത് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള സത്യാവസ്ഥകൾ എന്താണ്, ഓരോ സിറ്റുവേഷന്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും അവരുടെ ശരിയായ ഇന്റൻഷൻ ഇതാണ്, അല്ലെങ്കിൽ അവർ ശരിയായ നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് ഇതാണ്. അവർ നിങ്ങളുടെ മുന്നിൽ വേറെ രീതിയിൽ കാണിച്ചാലും അത് ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സത്യം, അതിന്റെ ശരിയായ ക്ലാരിറ്റി, ശരിയായ സംഭവം എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കാം. നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം, ഇതുവരെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ആ ക്ലാരിറ്റി ലഭിക്കുന്നതോടെ നിങ്ങൾക്കൊരു സമാധാനം ഞാൻ കാണുന്നു. നിങ്ങൾക്ക് കരിയറിൽ വളരെ ഒരു കോൺഫിഡൻസ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ ദ കിങ് ഓഫ് വാൻഡ്സ്. അതായത് ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരുന്ന ഒരു അവസാനമാണ് വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഷട്ട് ഡൗൺ, അതിൽ ഇനി ഫോക്കസ് ചെയ്യേണ്ട, അതൊന്ന് ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ കരിയറിൽ കഴിഞ്ഞു പോയതായിരിക്കാം, ഓൾറെഡി കഴിഞ്ഞു പോയ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. എന്ത് തന്നെയാണെങ്കിലും അതിനൊരു ഫുൾ സ്റ്റോപ്പ്, അതിനൊരു കംപ്ലീറ്റ് ക്ലോഷർ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സഹായിക്കുന്നു. അതോടുകൂടെ നിങ്ങൾക്ക് അവിടെ ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മാത്രമല്ല അതിലൂടെ ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് പോയ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ആ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുണ്ട് ഏതോ ഒരു പോയിന്റിൽ, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ഒന്നുകിൽ എന്താ പറയാ, ഒരു ഓൺലൈൻ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഈ വ്യക്തി നിങ്ങളെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കംപ്ലീറ്റ്, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, നിങ്ങൾക്ക് എന്താ പറയണത്, എന്താണ് അറിയാനുള്ളത്, എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണുള്ളത്, അതൊക്കെ നിങ്ങളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ആ കമ്മ്യൂണിക്കേഷനിലൂടെ. ഓക്കെ, ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് കാണുന്നു. അതിലൂടെ നിങ്ങൾക്ക് കരിയറിൽ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ
ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഒരു റീഡയറക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അവിടെ നിങ്ങൾക്ക് വളരെയധികം ആ ഒരു കുറേ നാൾ നമ്മളൊരു കാര്യത്തിന് കാത്തിരുന്നിട്ട് അത് നടക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ആഗ്രഹ സഫലീകരണം ആയിരിക്കില്ല അല്ലെ. ചിലത് നമുക്ക് ഒരു എന്താ എൻഡിങ് വേണം, പക്ഷെ ആ എൻഡിങ് ഇടാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, ആ എൻഡിങ് വരണമെങ്കിൽ ചില ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് അത് കംപ്ലീറ്റ്ലി അതിനെ വിട്ട് കളയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടുന്ന ക്ലാരിറ്റി വരുമ്പോൾ അവിടെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം, പിന്നെ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യേ വേണ്ട. അതും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരും ഇല്ലേ. അതാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ആ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് കൂടുതലായിട്ട് കാണുന്നത്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ, ഈ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്ന ആൾ എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സജസ്റ്റ് ചെയ്യുകയോ ചെയ്യാം, കരിയറിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ. അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ മെയിൻ ആയിട്ടും അവര് ഒരു നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ കോൺഫിഡൻസിനെ തിരിച്ചു കൊണ്ടുവരുന്ന, നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു ക്ലാരിറ്റി, ആ ഒരു ആൻസർ കൊണ്ടാണ് അവർ വരുന്നത്. അതിലൂടെയാണ് ആ ഒരു സിറ്റുവേഷന് ഒരു എൻഡിങ്, ഒരു ക്ലോഷർ സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങളൊരു ജോലിക്കായിട്ട് ശ്രമിച്ച് നിങ്ങൾ അതിനു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാത്തിരിക്കുന്നതിന്റെ ഫലമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, എന്താണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിന്റെ റിസൾട്ട് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനോട് അലൈൻഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരികയും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളിങ് ഇല്ല അല്ലെ, ജോലി കിട്ടുന്നു, ഒരു സ്റ്റെബിലിറ്റി വരുന്നു, അപ്പൊ ആ ഒരു സമാധാനം ഉണ്ടാവുന്നു. ഇനി എന്തെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ആണ്, ജോബാണ് വരുന്നത്, സ്ട്രഗിളിങ് ഒക്കെ അവസാനിക്കുകയാണ്, ആ റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അതിന്റെ ഒരു പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഫൈനാൻസ്. ഓക്കെ, 2025 ഡിസംബർ മാസത്തിലെ ഗ്രൂപ്പ് 1ന്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത? 2025 ഡിസംബർ മാസത്തില് clarify the Princess of Cups, Queen of Cups. അണ്ടർലൈങ് എനർജി 4 of Wands ആണ്. അപ്പോൾ ഒരു എന്താ പറയാ, ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും അഗെയിൻ ഈ ഒരു ജസ്റ്റിസ് കാർഡും പ്രിൻസസ് കപ്സും കൂടെ കാണുമ്പോൾ നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈൻ ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച കൊണ്ടുവരാനായിട്ട് ഉള്ള അതിനനുസരിച്ചൊരു അവസരം യൂണിവേഴ്സ് കൊണ്ടുവരും, അങ്ങനെ ഒരു സൈൻ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഡിസംബർ മാസത്തിൽ അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. നമുക്ക് പ്രിൻസസ് ഓഫ് കപ്സ് അതാ പറയുന്നത്, ഒരു ഗുഡ് ന്യൂസ്. ഓക്കെ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലൂടെ ഒരു കാര്യമായ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആ ജഡ്ജ്മെന്റ് കാർഡ് അതാണ് പറയുന്നത്, കാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഈ ഡിസംബർ മാസത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കാം, പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു നല്ല പേയ്മെന്റ് ഒക്കെ ഉള്ളത്. അപ്പൊ അത് കിട്ടുന്നതോടുകൂടെ ആ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുന്നു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത് ഗ്രാജുവൽ ആയിട്ടാണ് മാറ്റം കാണുക അല്ലെ. പക്ഷെ അവിടുന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്, ആ ഒരു പുതിയ തുടക്കം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കും. അതേ രീതിയിൽ നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണുന്നു, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെന്ന് കാണുന്നു. ദയവ് ചെയ്ത് അതിനെ എന്താ പറയാ, റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് ഈ ഒരു റെസിസ്റ്റന്റ് എനർജി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയി കാണുന്നുണ്ട്.
അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് റെസിസ്റ്റ് ചെയ്യാനായിട്ടൊരു സാധ്യത നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുന്നു. പിന്നെ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ ഒരു സാമ്പത്തിക സ്ഥിതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ഫേവറബിൾ ആയിട്ട് കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഉറച്ച വിശ്വാസം ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത്. ഓക്കെ, ആ ഒരു എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ, ഒരു ആഗ്രഹം കൈവിടാതെ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും അതിനായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന്റെ റിസൾട്ട് ആണ് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് നമുക്ക് 4 of Wands അവിടെ വന്നിരിക്കുന്നത്. ഒരു സെലിബ്രേഷൻ എനർജി. അപ്പൊ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് സംഭവിക്കുന്നത്, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കത് നല്ലത് സംഭവിക്കുമ്പോഴാണ് നമുക്കത് ആഘോഷിക്കണം എന്ന് തോന്നുന്നത്, അല്ലെ? അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു ഉയർച്ച, ഒരു എന്താ പറയണ്ടേ, ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അത് വരുമ്പോൾ അതിനെ സ്വീകരിക്കുക, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇവയിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 2025 ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നത്? ക്ലാരിഫൈ ദ 3 of Swords, 2 of Swords, clarify the 2 of Swords, clarify the 2 of Swords. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിലേക്കാണ് ഈ ഒരു എന്താ പറയുന്നത് ഡിസംബർ മാസത്തിലെ ഇപ്പൊ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും സെൽഫ് ലവ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് യൂണിവേഴ്സ് ഒരുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതായത് ഈ കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, സൗഹൃദങ്ങളിലായിക്കോട്ടെ, അവരുടെ യഥാർത്ഥ ഇന്റൻഷൻ എന്താണ്? അത് നല്ലതായിരിക്കാം, നല്ല ഇന്റൻഷൻ ആയിരിക്കാം, സെൽഫ്ലെസ് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവാകാം. അതേപോലെ തന്നെ അങ്ങനത്തെ അല്ല എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. എന്താണോ അവരുടെ ശരിയായ ഇന്റൻഷൻ, അവർക്ക് നിങ്ങളോടുള്ള ശരിയായ ഫീലിങ്സ് എന്താണ്, സൗഹൃദത്തിലായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എന്താ യൂണിവേഴ്സ് തുറന്നു കാട്ടുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാനായിട്ടൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് അങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആണെങ്കിലോ, അത് പാടില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഈ സിറ്റുവേഷനെ വളരെ മെച്ചുവർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനാണ്. ആ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, ആ എംപറസിന്റെ എനർജിയിൽ, അതായത് ഡെസ്പറേറ്റ് ആവാതിരിക്കുക, ചേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ പിന്നെ നിങ്ങൾ അവിടെ നിങ്ങളായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല അത് നന്നാക്കി എടുക്കാൻ. നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, നിങ്ങൾ എത്ര ശ്രമിക്കുന്നു അത്രയും നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുകയും നിങ്ങൾക്ക് കൂടുതൽ വേദന ഉണ്ടാകും എന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഒരു എന്താ പറയാ, യൂണിവേഴ്സ് നിങ്ങളെ കാണാൻ സഹായിക്കുകയാണ്. ഇതാണ് അവസ്ഥ, ഇതാണ് അവരുടെ ശരിയായ നിങ്ങളോടുള്ള അപ്രോച്ച്, ഇതാണ് അവർക്കുള്ള ശരിയായ നിങ്ങളോടുള്ള ഫീലിങ്സ്. ഓക്കെ, ഇനി ഇവരെ വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇതാണ് അവരുടെ ശരിയായ, അവർക്ക് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്, അപ്പൊ അവർ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളെ കൂടെ നിർത്തണം എന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. അപ്പൊ അവിടെ വളരെ മെച്ചുവർ ആയിട്ട് വേണം, വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, ഇമോഷണൽ ആ ഒരു പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ആയിരിക്കാം, നിങ്ങൾ വളരെ ആത്മാർത്ഥത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം ഒരു തരി ആത്മാർത്ഥത ഇല്ലാന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ ഇമോഷൻസിന്റെ പുറത്ത് റിയാക്ട് ചെയ്യാൻ പാടില്ല, റിയാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവിടെ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സ് ആ ഒരു ക്ലെൻസിങ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത്. അപ്പൊ ആരൊക്കെ തള്ളണം, ആരൊക്കെ കൊള്ളണം എന്നുള്ളതാണ് യൂണിവേഴ്സ് അവിടെ കാണിച്ചു തരുന്നത്. അത് മാത്രം
ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടവർക്ക് ബൗണ്ടറീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വീണ്ടും പഴയ പാറ്റേൺ പഴയ രീതി പിന്തുടരാതെ അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലിരിക്കുക. ഓക്കെ, എന്താ പറയാ, മറ്റുള്ളവരുടെ സ്നേഹം മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ഇങ്ങനെ ഡെസ്പറേറ്റ് ആവാതിരിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. അവിടെ ഒരു തരത്തിലും നിങ്ങൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാറാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പുറത്തൂടെ നിങ്ങൾക്കുള്ള റൈറ്റ് റിലേഷൻസ്, റൈറ്റ് ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളോട് ആ ഒരു നിങ്ങൾക്ക് ലൈഫിലേക്ക് ആ റൈറ്റ് പീപ്പിൾ നിങ്ങളുടെ വരും. ഓക്കെ, അവിടെ നിങ്ങൾ ആരും ഇല്ലാതെ അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് പോവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് വളരെ മെച്ചുവർ ആയിട്ട് ചിന്തിച്ച് നിങ്ങൾ അവിടെ എടുക്കേണ്ട തീരുമാനങ്ങൾ, ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോവുക. ധൃതി വെക്കേണ്ട ആവശ്യങ്ങളില്ല. ഇമോഷൻസിന്റെ പുറത്ത് റിയാക്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, നിങ്ങളെയാണ് എല്ലാവരുടെയും മുകളിലായിട്ട് നിങ്ങളെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അവിടെ. ഇനി പ്രണയബന്ധം, വിവാഹം, ഓക്കെ, ഇതിലൊക്കെ എന്ത് മാറ്റങ്ങളാണ് ഈ 2025 ഡിസംബർ മാസത്തിലെ ഗ്രൂപ്പ് 1 കാണാനായിട്ട് സാധിക്കാം? Clarify the Knight of Wands. Clarify the Six of Wands. Ten of Cups ആണ് അണ്ടർലൈങ് എനർജി. വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഒരു എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ പേഴ്സൺ ആണെന്ന് വിചാരിക്കൂ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെയിലേക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജി വളരെ സ്ട്രോങ് ആണ്. അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ് കേട്ടോ. അത് ഇങ്ങനെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കണേ. അത് ചുമ്മാ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു കണക്ഷൻ അല്ല, ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിന്റെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് എന്താ പറയണ്ടേ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഞാൻ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യസമേതം ആ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ ഒരു ഓവർ തിങ്കിങ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഓവർ തിങ്കിങ് ടെൻഡൻസിനെ നിങ്ങൾ സക്സസ്ഫുള്ളി അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ മറികടന്ന് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ അവിടെ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ മാരേജിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൂടുതൽ ഒരു സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ അവിടെ ആ ഒരു നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ടിങ് സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. ഇനി എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അനാവശ്യമായിട്ട് ചിന്തിച്ചതാണ്, കുറെ ഓവർ തിങ്കിങ് ആയിരുന്നു എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അണ്ടർലൈങ് എനർജി നമ്മൾ പറഞ്ഞ പോലെ 10 of Cups ആണ്. അപ്പൊ അത് പറയുന്നത് എന്താ പറയാ, ഒരു ഹാർമണി, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പറയുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മാരേജ് ലൈഫിലായിക്കോട്ടെ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ ഉണ്ടാകുക. അപ്പൊ സിംഗിൾ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഈ 2025 ഡിസംബർ മാസത്തിലേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് നിങ്ങളായി തന്നെ നിൽക്കാൻ പറയുന്നു. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നേരിടാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ അത്രയും തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് ആവരുത്, അതാണ് കാര്യം. ഓക്കെ, എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കണം. പിന്നെ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക, ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ട്രൂത്ത്ഫുൾ ആയി നിങ്ങളോട് ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുക, മറ്റുള്ളവരോടും ആ ഒരു ട്രൂത്ത്ഫുൾ എനർജിയിൽ നിൽക്കുക. പിന്നെ ഈ പറയുന്ന പോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ചിന്തിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഒരു കാരണവശാലും ആർക്ക് വേണ്ടിയും നിങ്ങൾ ഒരു തരത്തിലും മാറാനായിട്ട്, നിങ്ങളുടെ ശരിയായ ആ ഒരു ഒതന്റിക് സെൽഫിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാളാകാൻ ശ്രമിക്കരുത് എന്ന് നിങ്ങൾ പ്രത്യേകം പറയുന്നു. പിന്നെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ചേഞ്ചസും, പോസിറ്റീവ് ആയിക്കോട്ടെ അല്ലാത്ത ചേഞ്ചസ് ആയിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾ റെഡിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങളുടെ യൂണിവേഴ്സ് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന സൈൻസ്, സിൻക്രണസിറ്റീസ്, അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന റാൻഡം ഡൗൺലോഡ്സ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. ഓക്കെ, അതിനെങ്ങനെ കെയർലെസ് ആയിട്ട് വിട്ട് കളയാൻ പാടില്ല എന്ന് പറയുന്നു. പ്രസന്റ് മൊമെന്റിലായിരിക്കാം, ലൈഫിൽ എൻജോയ് ചെയ്യുക. ഒരു ഹോളിഡേ ടൈം കൂടിയാണ് അല്ലേ, അപ്പൊ എൻജോയ് ചെയ്യാം. ഭാവിയെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ചിന്തിച്ച് സമയം കളയാതെ ഈ പ്രസന്റ് മൊമെന്റിലായിട്ട് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക, ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വരാനുള്ള കാര്യങ്ങൾ അതനുസരിച്ച് വരും, അതിനനുസരിച്ച് അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പാസ്റ്റിൽ ജീവിക്കുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റണം. ഈ ഡിസംബർ മാസത്തിൽ അങ്ങനെ ആകാതിരിക്കാനാണ് നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമുക്ക് 2 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഓവർ തിങ്കിങ് ഒട്ടും പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ആയിരിക്കോ അത് വേണ്ട. പേഷ്യന്റ് ആയിരിക്കുക. അതുപോലെ ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ട്, നിങ്ങൾ അതിനായിട്ട് വർക്ക് ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്യുക, അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കുക. പിന്നെ ഏതൊരു കാര്യവും അത് എത്ര മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ധൃതി അത് വേഗം നടന്നെങ്കിൽ തോന്നിയാലും നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയണം, ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന് പെർഫെക്റ്റ് ടൈം ഉണ്ട്, ആ ഡിവൈൻ ടൈമിങ്ങിൽ യൂണിവേഴ്സ് അത് ഏറ്റവും ഭംഗിയായി തന്നെ നടത്തി തരുന്നതാണ് എന്ന് നിങ്ങൾ സ്വയം അത് അഫേം ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് അണ്ടർലൈൻ എനർജി വേൾഡ് കാർഡാണ്. പല പുതിയ തുടക്കങ്ങളും അതുപോലെ ചില അവസാനങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. അപ്പൊ അത് എല്ലാത്തിനെയും നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഫോർ യു, ഓക്കെ, ഫോർ യുവർ ഹയസ്റ്റ് ഗുഡ്, നിങ്ങളുടെ ഏറ്റവും നല്ലതിനാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് വേണം, അതിനെ സ്വീകരിക്കുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, പ്രസന്റ് മൊമെന്റിലായി മുന്നോട്ട് പോകുക. ഇനി ഇപ്രാവശ്യം തൊട്ട് നിങ്ങൾക്ക് മന്ത്ലി ഗൈഡൻസ് എടുക്കുമ്പോൾ ഈ ആഞ്ചലിക് വൈബ്രേഷൻസ് ഒറക്കിൾ ഡെക്ക്, ഓക്കെ, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള ഒറക്കിൾ ഡെക്ക് ആണ്. അതിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ എടുക്കും, ഒരു ജനറൽ ഏഞ്ചൽ മെസ്സേജ് ആ ഒരു മാസത്തിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഗ്രൂപ്പ് 1 ഉള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ഗ്രൂപ്പ് 1 2025 ഡിസംബർ മാസത്തിലേക്ക് ഏഞ്ചൽസ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് 2 കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ 2 കാർഡ് കൊടുക്കുകയാണ്. ബ്ലെസ്സിങ്ങും ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ബുക്ക് ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പറയാം. ഓക്കെ, കാണാപ്പാടം ഞാൻ അങ്ങനെ പഠിക്കാറില്ല, കാണാപ്പാടം പഠിച്ചാൽ എനിക്ക് നിൽക്കാറുമില്ല മനസ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. കാർഡ് 20th ആണ് ബ്ലെസ്സിങ്. A blessing is sacred act. It takes a selfless heart to ask for one. Do you urgently need a blessing for a pending task in your life? Examine carefully why you feel you need this. അപ്പോൾ ഇവിടെ ബ്ലെസ്സിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയണേ. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് ചോദിക്കണമെങ്കിൽ ഒരു സെൽഫ്ലെസ് ഹാർട്ട് ആയിരിക്കണം അവിടെ. അതായത് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്, ഇന്റൻഷൻ വെച്ചിട്ടല്ല നമ്മൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈശ്വരനോട് അല്ലെങ്കിൽ ഏഞ്ചൽസിനോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. നമ്മൾ അനുഗ്രഹങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു സെൽഫിഷ് ഇന്റൻഷൻ അല്ല ഉണ്ടാവേണ്ടത്. ഓക്കെ, അതെപ്പോഴും ചിന്തിക്കുക. അങ്ങനെയുള്ളവർക്കേ അനുഗ്രഹങ്ങൾ ചോദിക്കാനും ഉള്ള അവകാശമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഓരോ അനുഗ്രഹങ്ങളും ചോദിക്കുമ്പോഴും നമുക്കൊരു കാര്യം പെട്ടെന്ന് നടക്കാൻ തോന്നുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് അത് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണ് അവിടെ അത് നടന്നാൽ എന്തിനാണ് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം എന്നാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. Every moment the angels sense who deserves a blessing. Like a ray of light from the spiritual world, they can illuminate your path with their blessing. ഓരോ നിമിഷവും ഏഞ്ചൽസിനെ അറിയാം ആർക്കാണ് ഈ നിമിഷം, ആർക്കാണ് ഒരു അനുഗ്രഹം അർഹിക്കുന്നത്, ആർക്കാണ് എന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അവർക്കറിയാം, അവരതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോ എന്താ, നിങ്ങളുടെ ജീവിതത്തിന്റെ പാതയെ തന്നെ ഈ ബ്ലെസ്സിങ്ങിലൂടെ അവർക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ വഴി തെളിക്കാൻ അവർക്ക് പറ്റും ഈ ഒരു അനുഗ്രഹത്തിലൂടെ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഏഞ്ചൽസ് അങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അവർ നൽകുന്ന ബ്ലെസ്സിങ്ങിലൂടെയാണ് നമ്മൾക്ക് മുന്നോട്ടുള്ള വഴി അവർ തെളിഞ്ഞ് കാണിച്ചു തരുന്നത്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന പോലെ എന്തിനാണ് നമ്മൾ ഓരോ കാര്യം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇന്നത് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. Consider carefully whether this is the right time and occasion to ask for such a blessing.
എപ്പം നിങ്ങൾ അനുഗ്രഹങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് അതിനുള്ള കറക്റ്റ് ടൈമാണോ, ഈ ഒരു അനുഗ്രഹം നമ്മൾ ആവശ്യപ്പെടുന്ന അനുഗ്രഹം അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ, ഇത് അതിന് ശരിയായ സമയമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ അനുഗ്രഹങ്ങളും ആവശ്യപ്പെടാനായിട്ട്. ഓക്കെ. However, if you genuinely require help for someone in need, perhaps do not be afraid to pray to the angels. നിങ്ങൾ പക്ഷേ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് അവർക്ക് അത്ര അത്യാവശ്യമാണ്, അപ്പൊ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അനുഗ്രഹം ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു തരത്തിലും ഭയം വേണ്ട. കാരണം അതൊരു സെൽഫ്ലെസ് ആക്ട് ആണ് അല്ലെ. അവിടെ എന്റെ കാര്യം നടക്കണം എന്നല്ല, മറ്റൊരാൾക്ക് ഒരു ആവശ്യമുണ്ട്, അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റണം, അതിനെനിക്ക് ഈ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അവിടെ അത് കംപ്ലീറ്റ്ലി ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ അനുഗ്രഹങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട. എനിക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ശരിയായ കാര്യമാണോ, ശരിയായ സമയമാണോ, ഈ സമയത്ത് ഇത് ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ഗൈഡൻസ്. ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഗൈഡൻസ് ആണിത്. രണ്ടാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് വന്നിരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹൃദയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ദ ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏഞ്ചൽസ് എന്താ പറയണേന്ന് വെച്ചാല്, ഈ താങ്ക് യു എന്ന് പറയും, നമ്മൾ കാഷ്വൽ ആയിട്ട് പറയുമല്ലോ, അങ്ങനെയല്ലാതെ മനസ്സറിഞ്ഞ് നിങ്ങൾ നന്ദി പറഞ്ഞത് എപ്പോഴാണ് എന്നൊന്ന് ചിന്തിക്കാനാണ് പറയണേ. ഡിസംബർ മാസത്തില് നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ. ഈ ആ ഒരു ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമുക്ക്, അതായത് ഡിസംബർ മാസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമുക്ക് ഉണ്ടാകുന്ന ഒരു ലൈഫ്, സ്വസ്ഥതയും സമാധാനം നിറഞ്ഞൊരു ജീവിതം. ഓക്കെ, ശരിയാ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ല, പക്ഷെ ജനറലി ചില ആളുകളുണ്ടല്ലേ, കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല, എന്നും വഴക്കും പ്രശ്നങ്ങളും, അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ലൈഫാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് ആലോചിക്കുക. അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാം. 3 നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ, അത് കിട്ടാത്ത ആളുകൾ അപ്പുറത്തുണ്ട് ഇല്ലേ. അപ്പോൾ അതും ഒരു നിങ്ങളെ സംബന്ധിച്ചത് വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. അതിന് യൂണിവേഴ്സിനോട് മനസ്സറിഞ്ഞ് നന്ദി പറയാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന ചില ആക്ട് ഉണ്ട് നമ്മുടെ ലൈഫിൽ. അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിനെ ഈശ്വരനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ഏഞ്ചൽസ് പറയണത്. ജീവിതത്തിനെ നമ്മൾ എപ്പോഴും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതാണ് പറയുന്നത്. അതിനൊരു പ്രത്യേകിച്ച് അതിനൊരു എത്രയോ പേർക്ക് ഇതുപോലെ ലൈഫ് ഉണ്ട്, ഞാൻ എത്ര ബ്ലെസ്ഡ് ആണ്, അങ്ങനെ ചിന്തിക്കുന്നത് വളരെ വളരെ വിരളമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അല്ലേ. അപ്പൊ അതൊക്കെയാണ് നിങ്ങളോട് ഇവിടെ നോട്ട് ചെയ്യാനായിട്ട് പറയണത്. ഇപ്പോ നിങ്ങളോട് എടുത്തു പറയുന്നൊരു കാര്യം, ഡിസംബർ മാസത്തില് ഏതെങ്കിലും ഒരു വ്യക്തി, നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരാള് നിങ്ങളിൽ നിന്ന് ഇതുപോലെ മനസ്സറിഞ്ഞൊരു നന്ദി അർഹിക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത്. അപ്പൊ ഡിസംബർ മാസത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും നടക്കുന്നത് കൊണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യം നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ തട്ടിയുള്ള നന്ദി അവർ അർഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിക്കാതെ അത് അതിന്റെ ശരിയായ രീതിയിൽ ആ ഡെപ്തില്, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആ നന്ദി എക്സ്പ്രസ് ചെയ്യാൻ മടി കാണിക്കരുത് എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽസ് സ്പെസിഫിക്കലി പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഗൈഡൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ഈ ഗ്രൂപ്പ് തന്നെയാണോ, പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് കണക്ട് ചെയ്യുന്നവർക്ക് എന്താ പറയണ്ടേ, കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ ഒരു എക്സ്ട്രാ കൺഫർമേഷന് ക്യാപ്സ്യൂൾ ക്ലൂസിൽ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. പലപ്പോഴും എനിക്ക് കിട്ടുന്ന കമന്റ്സ് ആണ് ക്ലൂസ് റെസിനേറ്റ് ചെയ്തില്ല. ക്ലൂസിലല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ മെസ്സേജിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് 100% കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ സൺഡേ, ഞായറാഴ്ചകളും ചൊവ്വാഴ്ചകളും ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ ഔസ്പീഷ്യസ് ആണ്, വളരെ നല്ല ദിവസങ്ങളാണ്. പിന്നെ ഡിസംബർ മാസത്തിലെ പ്രധാനപ്പെട്ട തീയതികൾ നിങ്ങൾക്ക് എന്ന് പറയുന്നത് 6, 10, 15, 25, 31. ക്രിസ്മസ് ദിവസവും ന്യൂ ഇയർ ഈവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് വളരെ ഔസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ 2 ദിവസങ്ങളിലും. ഓൾറെഡി നിങ്ങൾക്ക് സ്പെസിഫിക്കലി അത് വളരെ നല്ല ദിവസമാണ്.
പിന്നെ നിങ്ങൾ ജനിച്ചിട്ടുള്ള മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഒക്ടോബർ അല്ലെങ്കിൽ സമ്മർ മന്ത്സ് എന്ന് പറയുമ്പോൾ അഗെയിൻ മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, മെയ് മാസം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നാകാം. പിന്നെ FAPXIZ അല്ലെങ്കിൽ C. ഓക്കെ, ഈ ലെറ്റേഴ്സിൽ ഏതെങ്കിലും എന്താ പറയണ്ടേ, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. നിങ്ങൾക്ക് ലിയോ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പൈസസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടായിരിക്കാം. ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 1. റീഡിംഗ് കുറച്ച് ലെങ്തി ആയി എനിക്കറിയാം, പക്ഷെ അതിൽ നമുക്ക് മാക്സിമം നമ്മൾ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഏഞ്ചൽ മെസ്സേജസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൾറെഡി റീഡിംഗ് ബുക്ക് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഏത് ദിവസത്തേക്കാണോ അതിൽ നിന്ന് എന്താ പറയുക, തൊട്ട് മുകളിലത്തെ ഡെലിവറി ഡേറ്റിലേക്ക് അല്ലെങ്കിൽ ഡെലിവറി ടൈമിലേക്ക് നിങ്ങളുടെ റീഡിംഗ് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 7th ഡേക്കാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ സെയിം പ്രൈസിന് നിങ്ങൾക്ക് റീഡിംഗ് 4th ഡേ കിട്ടും. അങ്ങനെ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 2nd ഡേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ 24 hours കിട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡെലിവറി ടൈമുകളിൽ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ്, ഫ്രീ അപ്ഗ്രേഡ് കിട്ടുന്നതാണ്. ഞായറാഴ്ച വരെയാണ് സമയം. അപ്പോൾ റീഡിംഗ് അങ്ങനെ ഒരു നേരത്തെ കിട്ടണം, പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് നേരത്തെ റീഡിംഗ് കിട്ടുകയാണ്. അങ്ങനെയാവുമ്പം അത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓൾറെഡി മുൻപ് റീഡിംഗ് ബുക്ക് ചെയ്തവർക്കാണ് ഈ സ്പെസിഫിക് ഓഫർ. ഇനി ആദ്യമായി റീഡിംഗ് ബുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾ റീഡിംഗ് ബുക്ക് ചെയ്യുന്നതിന്റെ ടോട്ടൽ റേറ്റിൽ 10% ഓഫ് ഉണ്ടായിരിക്കും. അതും ഈ പറയുന്ന പോലെ ഞായറാഴ്ച വരെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതൊരു വെൽക്കം ഓഫർ ആയിട്ട് കണക്കാക്കാം. താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഡിസംബർ 2025 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയായിരിക്കും. ഗ്രൂപ്പ് 2ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ഡിസംബർ 2025 എങ്ങനെയാവും? Six of Swords, clarify the Six of Swords. 5 of Cups, clarify the 5 of Cups. Clarify the Ace of Swords. Thank you. Clarify the 7 of Pentacles. അണ്ടർലൈങ് എനർജി മജീഷ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ കേട്ടത് ഉയർത്തെഴുന്നേൽപ്പിന്റെ മാസം എന്നാണ്. ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊരു ലോസ്, ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ, നിങ്ങൾ ഒരുപാട് നിരാശയിലാഴ്ത്തിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വർഷമായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഒരു 2 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിലോ എന്തായാലും ഈ സംഭവിച്ചിട്ടുള്ള നഷ്ടമായിക്കോട്ടെ, ഈ ഒരു ഫെയിലിയർ ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു അധ്യായം അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഡിസംബർ മാസത്തിൽ ചെയ്യുന്നത്. 6 of Swords നമുക്ക് ആദ്യം കിട്ടി. ഓക്കെ, പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുക, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സമാധാനം നിറഞ്ഞൊരു മാസം ആണ് നമുക്ക് ഡിസംബർ മാസമായിട്ട് കാണുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു നഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെയിലിയർ, ഒരു നിരാശ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു വിക്ടോറിയസ് ആയിട്ട്, ഓക്കെ, ചുമ്മാ അതിൽ നിന്ന് റിലീസ് ആവല്ല, ആ ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടതാണെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ വളരെ മികച്ച ഒരെണ്ണം നിങ്ങളിലേക്ക് വരിക. ഓക്കെ, എന്തെങ്കിലും ഒരു ഫെയിലിയർ ആണെങ്കിൽ അതിൽ നിങ്ങൾ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുക. അങ്ങനെ ഒരു സക്സസിന്റെ എനർജി അവിടെ ഉണ്ട്, ഒരു ബ്രേക്ക് ത്രൂവിന്റെ എനർജി ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ അവിടെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പെയിൻ, ആ ഒരു എന്താ പറയാ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്നല്ല, വളരെ ഗ്രേസ്ഫുള്ളി, വളരെ ഒരു വിജയത്തോടെയാണ്, ഒരു വിജയഭാവം ഉണ്ടായില്ലേ അതിന്. ഓക്കെ,
അങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. അത് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. പ്രത്യേകിച്ച് ഈ ഒരു നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ടാണ് ഈ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഈ സക്സസ്. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ആ ഒരു വിജയഭാവം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ്. ഈ ഒരു മുന്നോട്ട് പോകുന്നത്, ഈ റിലീസ് ചെയ്ത് നിങ്ങൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തിയാണ് ഉണ്ടാവുന്നത് ഈ ഒരു മാറ്റം. ഓക്കെ, ഈ മാറ്റത്തിലൂടെ നിങ്ങൾ വളരെ ഹാപ്പി ആകാണ്. നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുന്നതായിട്ട് കാണുന്നു. പൊതുവെ സമാധാനം നിറഞ്ഞൊരു മാസമാണ് ഡിസംബർ മാസം. പ്രത്യേകിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് കാണുന്ന ഒരു മാസം. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തതിന്റെ നമ്മൾ എടുത്ത എഫേർട്ടിന് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ അനുഭവിക്കാനായിട്ട് പോകുന്നത്. പൊതുവെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യണമെങ്കിൽ അതൊക്കെ മാറി സമാധാനം നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ കാണുന്നത്. ഇപ്പൊ മെജീഷ്യൻ എനർജിയാണ് അണ്ടർലൈൻ. അതായത് എന്തെങ്ങനെ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യാം. ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ എന്താണോ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം ആ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ സ്ട്രോങ് ആണ് ഡിസംബർ മാസത്തിൽ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എവിടെയാണോ എനർജി ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എന്തിനു വേണ്ടി എന്ത് ഇന്റൻഷനോടെയാണ് ആക്ഷൻ എടുക്കുന്നത്, അതനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ ഇത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഈ ഡിസംബർ മാസത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഈ 2025 ഡിസംബർ മാസം ഗ്രൂപ്പ് 2-ന് എങ്ങനെയാകും? 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 2-ന്റെ കരിയർ എങ്ങനെയായിരിക്കും? കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഓക്കെ, നമുക്ക് 10 of Wands കിട്ടിയിട്ടുണ്ട്. 6 of Pentacles. Clarify the 6 of Pentacles. Clarify the 6 of Pentacles. Clarify the 5 of Pentacles. Clarify the Ace of Cups. Thank you. Progress ആണ് again കാണുന്നത്. ഇവിടെ ഈ progress എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ കരിയറിൽ നിങ്ങൾ ഇപ്പൊ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരുപാട് ബേർഡനിങ് ആയിട്ട് കാണുന്നു. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിനും വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കരിയറിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെയധികം ടയേർഡ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാ, മതിയായി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഹെൽത്തിനെ അത് ഡിറ്റീറിയറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ സ്പെസിഫിക്കലി ബാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, അതിന്റെ ഒരു അവസാനമാണ് നമുക്ക് കാണുന്നത്. എസ്പെഷ്യലി നിങ്ങൾ അതിൽ നിന്ന് അവസാനിക്കാനായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ സിറ്റുവേഷൻ മാറണം, എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു വർക്ക് സിറ്റുവേഷനിലേക്ക് എൻവയോൺമെന്റിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ കിട്ടും. അല്ല, ഇപ്പൊ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ ഡിസംബർ മാസത്തിലെങ്കിലും തുടങ്ങും, ഇപ്പോഴെങ്കിലും തുടങ്ങും. കാരണം നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ ആ ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് ഉണ്ടാകും എന്നാണ് കാണുന്നത്. ആ പ്രോഗ്രസ്, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട്, ജെന്യുവൻ സപ്പോർട്ട് കിട്ടുന്ന ആ ഒരു കെയർ, ആ ഒരു എന്താ കമ്പാഷൻ അനുഭവിക്കുന്ന, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനെ അക്നോളജ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വർക്ക് സ്പേസിലേക്ക്, വർക്ക് എൻവയോൺമെന്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതിന് ചിലപ്പോൾ ഒരു ട്രാവൽ റീലൊക്കേഷൻ ഒക്കെ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും ആ ട്രാവൽ റീലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ലിറ്ററൽ മൂവ്മെന്റ് മാത്രമല്ല, ഒരു ഫിഗറേറ്റീവ്ലി നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന പ്രോഗ്രസിനെയും കൂടെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ കാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അഗെയിൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അടിച്ചേൽപ്പിക്കില്ല, നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. നിങ്ങളത് ചൂസ് ചെയ്യുമ്പോഴാണ് ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇവിടെ ബ്രെഡ് ക്രമിങ് കാണുന്നത്, അതായത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ എന്താ പറയാ, നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിന്റെ 100-ലൊരു അംശം പോലും നിങ്ങൾക്ക് അത് അവരെ അക്നോളജ് ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ
എഗെയിൻ നിങ്ങൾക്ക് വളരെയധികം സ്ട്രഗിളിംഗ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു ജോബ് ഉണ്ട് എന്നുള്ളത്, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അതിനെ എന്താ പറയുക എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്ന ഒരു മാസം. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസം, നിങ്ങളുടെ കൺമുന്നിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. എഗെയിൻ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ അനുസരിച്ചിട്ടാണ് റിസൾട്ട്. നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്യേണ്ടതാണെങ്കിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അത് നിങ്ങളിലേക്ക് വരിക. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് തന്നെയാണെങ്കിലും അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. നിങ്ങൾക്ക് വിട്ടുകളയാതിരിക്കുകയാണ് നല്ലത്. ഡെഫിനറ്റ്ലി യു ഷുഡ് ഗിവ് എ ട്രൈ. ഓക്കെ, അത് വരുമ്പോൾ അതിന് ഇത് വേണ്ട എന്നല്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നും ജെന്യൂൻ ആണെന്ന് ഉറപ്പുവരുത്തുക, ലെജിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് വരുന്ന അവസരങ്ങൾ, അപ്പൊ പൊതുവേ ജോലിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലാണ് എന്തായാലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസിനൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് ഒരു അവസരം നിങ്ങളുടെ കരിയറിൽ നൽകുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. പക്ഷെ അത് ആ ചേഞ്ച് സംഭവിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 2-ന്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത? നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് നിങ്ങൾ ഓൾറെഡി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്ട്രഗിൾസ് അവസാനിക്കുന്നതിനായിട്ട് ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തികത്തിലെ പുരോഗതി ഉണ്ടാകുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനും സാധ്യത, അതായത് അതിന് ആളുകൾ ശ്രമിക്കുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നു. അപ്പൊ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഈ ഒരു എന്താ പറയണ്ട അബണ്ടൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അത് പക്ഷെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ഒരു ശ്രമം കാണുന്നുണ്ട്, അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ മൂൺ കാർഡ് എന്ന് പറയുമ്പം ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് പൈസ എടുക്കാനായിട്ടൊരു ശ്രമം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. പൈസ കൊടുക്കുന്ന കാര്യത്തില് ഈ ഇമോഷണലി ചിന്തിച്ച് പറയുമ്പോഴേക്കും അവർ വളരെ സങ്കടത്തോടെ പറയുമ്പോഴേക്കും മനസ്സങ്ങട് അലിഞ്ഞ് ഉള്ളതൊക്കെ എടുത്തു കൊടുക്കാതെ എന്താ സിറ്റുവേഷൻ ഏതാ സിറ്റുവേഷൻ കൃത്യമായി അറിയാം. ഓക്കെ, ട്രാൻസ്പെറൻസി ഉണ്ട്, അതിൽ പറയുന്നതിൽ ഒരു ന്യായമുണ്ട്, അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അവിടെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായങ്ങളോ കൊടുക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ലോണ് പോലുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും ഇപ്പോ നമ്മൾ സൈൻ ചെയ്യാനൊക്കെ പറയില്ലേ, അത് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നുള്ളത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഭാവിയിൽ അത് ദോഷാവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നിങ്ങൾ അതിനായിട്ട് ആൾജാമ്യം നിൽക്കാൻ എന്ത് പരിപാടി ഉണ്ടല്ലോ അത് അങ്ങനത്തെ ആരെങ്കിലും ആവശ്യപ്പെട്ട് വന്നാല് നിങ്ങൾ ഉറപ്പിക്കണം അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രശ്നമാവില്ല എന്ന്. അങ്ങനെ ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്താ ചെയ്യാതിരിക്കാം, അതിന്റെ ഭാവിയിൽ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഏസ് ഓഫ് കോയിൻസ് കിട്ടിയതിന്റെ ഒരു ഇതെന്ന് പറയാന്ന് വെച്ചാല് ഈ സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാകും, പക്ഷേ അത് മാറാനുള്ള ഒരു വഴിയും നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് വരുമ്പോ എന്താ പറയാ അത് ആക്ഷൻ എടുക്കണം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്, ലെജിറ്റ് ആയിട്ടുള്ള ഒരു അവസരമായിട്ട് കാണുന്നു. അപ്പോൾ അത് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടി, ഇപ്പൊ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ട്, ഇങ്ങനെ എല്ലാവരോടും പറയരുത്. ഓക്കെ, അതായത് നമുക്ക് സന്തോഷം കൊണ്ടാണ്, നമുക്ക് നല്ലത് ഉണ്ടാവുമ്പോൾ എല്ലാവരോടും പറയണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത് നമ്മൾ ഹാപ്പി ആവുന്നതുകൊണ്ടാണ്.
പക്ഷെ എല്ലാവരും അതുപോലെ നമ്മുടെ സന്തോഷത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കും എന്ന് വിചാരിക്കാതിരിക്കുക. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ചുറ്റും ഉള്ള ഒരു എനർജിയിൽ ഒരു ഡിസീവിങ് എനർജി ഓക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ അടുത്ത് അവർക്ക് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ല അവർ കാണിക്കുന്നത്. പുറമേ കാണിക്കുന്നതിൽ അതാണ് നിങ്ങളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്, പക്ഷെ അതല്ല അവരുടെ ശരിയായ ഇന്റൻഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ബൗണ്ടറി ഇടുക. പൈസ ചെലവാക്കുന്ന കാര്യത്തിലാണെങ്കിലും ആ ചെലവാക്കുന്ന കാര്യം അത് അത്യാവശ്യമുള്ളതാണോ, ആ ഒരു എന്താ പറയാ വരവ് ചെലവ് കാര്യങ്ങളിലൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആകുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അനാവശ്യമായിട്ട് ഇങ്ങനെ തോന്നുന്ന പോലെ പൈസ ചെലവാക്കാതിരിക്കുക. പിന്നെ പറയുന്ന പോലെ സേവിങ്സിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് എക്സ്പ്ലോർ ചെയ്യുക. അതങ്ങനെ ചുമ്മാ അങ്ങനെ അതൊന്നും ശരിയാവില്ല. അതാണല്ലോ സാധാരണ, പ്രത്യേകിച്ച് നമ്മുടെ കംഫർട്ട് സോൺ പുറത്താണെങ്കിൽ ആളുകൾ പറയുന്ന കാര്യം അതൊന്നും ശരിയാവില്ല, അതിലൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വയം ഒരു തോന്നലാണ് അങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ അതിന് വേണ്ടി ആ ഒരു ലെജിറ്റ് ആയിട്ടുള്ള ഒരു ഓഫർ ആണെങ്കിൽ അതിലൊന്ന് എഫേർട്ട് എടുക്കുക, ഒന്ന് അത് എക്സ്പ്ലോർ ചെയ്യുക. കുറച്ച് കഷ്ടപ്പെടണമെങ്കിൽ കഷ്ടപ്പെടുക, അത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരാനായിട്ട് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലോണിനൊക്കെ ആൾജാമ്യം നിൽക്കാനും ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം അന്വേഷിച്ചിട്ട് വേണം അതിൽ നിൽക്കാനായിട്ട്. നിങ്ങൾക്കത് നാളെ ഒരു ബുദ്ധിമുട്ടായി തീരുന്നത്. അതുപോലെ പൈസ കടം കൊടുക്കുന്നതിലാണെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ചൂഷണം ചെയ്യാനായിട്ടൊരു സാധ്യത കാണുന്നു. അപ്പൊ അതായത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പണം വരുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് പണം ചോദിച്ച ആൾക്കാർ വരാനും സാധ്യത കാണുന്നത്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 2-ന്റെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും എങ്ങനെയാകും? 2025 ഡിസംബർ മാസത്തിലെ ഗ്രൂപ്പ് 2-ന്റെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും എങ്ങനെയാകും? Clarify. Yes. എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉള്ള ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൗഹൃദങ്ങളിലായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ പെർസീവ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നതിനപ്പുറം നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും ആ റിലേഷൻഷിപ്പ്. അത് നല്ലതായിരിക്കും, എന്താ പറയാ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാകും. അങ്ങനത്തെ ഒക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിലീഫോടെ ഓക്കെ നിങ്ങൾ പോകുമ്പോ, പ്രത്യേകിച്ച് പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഇനി ഭാര്യയാവോ എന്ന് വിചാരിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഭാര്യയാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇന്റൻഷൻ നമ്മൾ ആദ്യമേ പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് അല്ല, നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, നല്ല ഫ്രണ്ട് ആയിരിക്കും, നല്ല സൗഹൃദമായിരിക്കും എന്നുള്ള ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജിയോടെ അതിനെ സമീപിക്കുമ്പോൾ അതിൽ ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പൊതുവേ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളോട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ തിരിച്ചു നിൽക്കുക. ഓക്കെ, ഓവർ ഗീവിങ് ആവരുത്, ഓവർ ഷെയറിങ് ആവരുത്. നിങ്ങളോട് എങ്ങനെ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി നോക്കണം. ഓക്കെ, ഡെസ്പറേറ്റ് ആവരുത്, ഒരു റിലേഷൻഷിപ്പിനെ ചേസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യാത്ത ഒരാൾക്കാരാണെങ്കിൽ അതനുസരിച്ച് അവിടെ ബൗണ്ടറി ഇടുക. ഓക്കെ, അല്ല നിങ്ങൾ എടുക്കുന്ന പോലെ തന്നെ തിരിച്ച് എഫേർട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് അവരെ ചെറിഷ് ചെയ്യുക. അപ്പൊ ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ കാണുന്ന എനർജി. അപ്പൊ നൈറ്റ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ സൗഹൃദങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ പെട്ടെന്ന് കുറച്ച് സ്നേഹം കാണിക്കുമ്പോഴേക്കും അവർക്ക് അയ്യോ എന്നോട് ശരിയായ സ്നേഹമാണ് എന്ന് വിചാരിച്ച് അതിലേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് അപ്പൊ ഉള്ള സ്നേഹം മൊത്തം അങ്ങോട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക വേണ്ട. ഓക്കെ, ഇത്തിരി സ്നേഹം കാണിക്കുമ്പോഴേക്കും ഒത്തിരി കൊടുക്കാതിരിക്കുക. ആ സ്നേഹം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അത് നമ്മൾ എപ്പോഴും നമ്മൾ ഇതിനെ ഒബ്സർവിങ് ആയിരിക്കണം. ഇതെന്താ പെട്ടെന്ന് സ്നേഹം ഉണ്ടാവാൻ? ഓക്കെ, പ്രത്യേകിച്ച് വളരെ അകന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാളാണ്, വളരെ അകന്ന് നിൽക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് ഭയങ്കര സ്നേഹം, പെട്ടെന്ന് ഭയങ്കരമായിട്ട് വരുന്നു, എന്താണ് ഏതാണെന്ന് അന്വേഷിക്കുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ അപ്പൊ അകന്ന് നിന്നപ്പോ അവർക്ക് തോന്നിയതായിരിക്കും ഇത്ര നാൾ അകന്ന്, പക്ഷെ ഇപ്പൊ അവര് സ്നേഹം കാണിച്ചില്ലേ, നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിൽ അത് മാറ്റണം. ഓക്കെ, വളരെ
ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്യുക. അവരുടെ ഇന്റൻഷൻ എന്താണ്, എന്തിനാണ് അവർ ഇപ്പോൾ ഈ അടുപ്പം കാണിക്കുന്നത്. അവരോട് ഈ കുറച്ച് അടുപ്പം കാണിക്കുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒക്കെ അങ്ങോട്ട് പറയരുത്. ഓക്കെ, സ്ലോലി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നോക്കുക. നൈറ്റ് ഓഫ് സോർട്സ് പോലെയല്ല എടുത്ത് ചാടി വേഗം തന്നെ അങ്ങോട്ട് അവരങ്ങോട്ട് ഇത്തിരി സ്നേഹം കാണിച്ചു, നിങ്ങൾ അവിടെ കമ്മന്നടിച്ചു വീണു, അങ്ങനെയല്ല. ഓക്കെ, അതാണ് നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജി. ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും മുന്നും പിന്നെ നോക്കാണ്ട് അങ്ങോട്ട് പോവാണ്. അതാണ് നൈറ്റ് ഓഫ് സോർട്സ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എങ്ങനെയാ, സമയമെടുത്ത് അവര് എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്ന് കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ സമയം എടുത്തിട്ടേ അവര് പ്രോഗ്രസ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത്. സൗഹൃദങ്ങളായിക്കോട്ടെ, ഇപ്പൊ ഒരു അധികം നിങ്ങളോട് വലിയ ഇതില്ലാത്ത ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്താകാൻ ശ്രമിക്കുന്നു, നിങ്ങളോട് വളരെ അടുപ്പം വെക്കാൻ ശ്രമിക്കുന്നു, എന്താണ് ഇവരുടെ ഇന്റൻഷൻ, അവർ ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾ. ഓക്കെ, അവർ ഓരോ സിറ്റുവേഷനിൽ അവർ ആക്ട് എന്താണ്, അവർ ഒരു ക്ലീൻ സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താ അവരുടെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്ലോലി ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ദൃഢമാക്കാനായിട്ട് ഒരു ധൃതിയും നിങ്ങൾക്ക് വേണ്ട. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ സമയമെടുത്ത് നിങ്ങൾ അത് നല്ലതാണെങ്കിൽ അടുപ്പിക്കുക, അല്ലെങ്കിൽ അകറ്റി തന്നെ നിർത്തുക. അവരെത്ര എടുക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സമ്മതിക്കരുത്. ഓക്കെ, അപ്പൊ ഇമോഷണലി അല്ല, വൈകാരികമായിട്ടല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ പെട്ടെന്നുള്ള സൗഹൃദങ്ങളോടും പെട്ടെന്ന് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കുമ്പോഴും, അകന്ന് നിൽക്കുന്ന ബന്ധുക്കളെ പെട്ടെന്ന് എടുക്കുമ്പോഴും അവിടെ വൈകാരികമായി ചിന്തിച്ച് അവിടെ സ്നേഹം അങ്ങോട്ട് ചൊരിയരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. ഓക്കെ, അത് വളരെ ഒരു അവിടെ കണ്ണിങ് എനർജി ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, അതിന് അവർ ഈ സ്നേഹം കാണിക്കണേ, മനസ്സിലായില്ലേ? അത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ പണ്ടത്തെ പോലെ തന്നെ നിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് അവർ പോവുകയും ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ, അങ്ങനെ അവർ നിങ്ങളെ ഉപയോഗിക്കാതിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ നല്ല ബന്ധങ്ങളെ ചെറിഷ് ചെയ്യാം, നല്ല റിലേഷൻഷിപ്പിനെ ചെറിഷ് ചെയ്യാം. ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, ഇവിടെയും ആ ഒരു ജസ്റ്റിസ് എനർജി ഉണ്ട്, ഉണ്ടല്ലേ? ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, അപ്പോഴാണ് ആ ബാലൻസ് നിൽക്കുള്ളൂ. നിങ്ങൾ ഒരുപാട് കൊടുക്കാതിരിക്കുക. ഇനി അഥവാ നിങ്ങളോട് നല്ലോണം നിൽക്കുന്ന ഒരാൾക്ക് ഒരു ബെയർ മിനിമം മാത്രം തിരിച്ചു കൊടുക്കാതിരിക്കുക, അതും പാടില്ല. ഓവർ ഷെയറിങ്ങും പാടില്ല, എന്നാൽ ഈ ബെയർ മിനിമത്തിലുള്ള ട്രീറ്റ്മെന്റും പാടില്ല. ഓക്കെ, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക്, നിങ്ങളോട് എങ്ങനെ നിൽക്കുന്നു അതുപോലെ തിരിച്ചു നിൽക്കുക, അതേ വേണ്ടു. ഓക്കെ, ഇനി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതായത് റൊമാൻറ്റിക് ആസ്പെക്ട്, റൊമാൻറ്റിക് ലൈഫ്. അപ്പൊ അതിൽ മാരീഡ് ലൈഫും വരും കേട്ടോ. ഈ 2025 ഡിസംബർ മാസത്തിലെ ഗ്രൂപ്പ് 2ന്റെ പ്രണയ ജീവിതം എങ്ങനെയാകും? പ്രണയ ജീവിതം, വിവാഹ ജീവിതം എങ്ങനെയാകാനാണ് സാധ്യത? കിങ് ഓഫ് പെന്റക്കിൾസ്, ക്ലാരിഫൈ ദ കിങ് ഓഫ് പെന്റക്കിൾസ്. Hermit, clarify the Hermit. Clarify the Nine of Wands. Clarify the Nine of Wands. Clarify the Unknown card. പുതിയ ബന്ധങ്ങളൊന്നും തുടങ്ങാൻ നിൽക്കണ്ട, എസ്പെഷ്യലി സിംഗിൾ ആണെങ്കിൽ പുതിയ ബന്ധങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക, ഹെർമിറ്റ് മോഡിൽ തന്നെ ആയിരിക്കുക. ഓക്കെ, ഒരു മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതിൻ്റെ പാഠങ്ങൾ, അതൊക്കെ ഒന്നും കൂടി റിവൈസ് ഒക്കെ ചെയ്ത് ലൈഫിൽ നിങ്ങളുടെ സെൽഫ് ഫോക്കസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആ സെൽഫ് ലവ് ജേർണിയിലായിരിക്കുക. ട്രസ്റ്റ് ദ അൺനോൺ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യണം, അത് നിങ്ങൾ അതിനെ എന്താ പറയാ, ഡെസ്പറേറ്റ് അല്ല, പക്ഷെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ജെന്യുവിൻലി നമുക്കൊന്ന് ആ വ്യക്തിയെ കാണണം, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അത് നടക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നൊരു നിരാശ പാടില്ല. അത് നടക്കുന്നില്ലെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ലതിനാണ് എന്ന് മനസ്സിലാക്കി യൂണിവേഴ്സിൽ വിശ്വസിച്ച് പോകേണ്ട ഒരു സമയമാണിത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ പാസ്റ്റ് കഴിഞ്ഞു പോയതിനെ അത് ആ പാസ്റ്റിലാണ് നിർത്തുക, അതിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, നമ്മൾ റിലീസ് ചെയ്യേണ്ട എനർജീസ് ഉണ്ട്, അതിനെ റിലീസ് ചെയ്യാം. നമ്മളിൽ എന്തിനാണോ ആ റിലീസ് ചെയ്യേണ്ടതിനെ റിലീസ് ചെയ്യുക, നമ്മുടെ കൂടെ കൂട്ടേണ്ടതിനെ കൂടെ കൂട്ടുക, അതാണ്.
ഓക്കെ, കഴിഞ്ഞു പോയത് അത് ഓൾറെഡി അവസാനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് വീണ്ടും എടുത്തുകൊണ്ട് വന്ന് വീണ്ടും അത് ഡിസ്കസ് ചെയ്യുകയോ വീണ്ടും അതിനൊരു അവസരം കൊടുക്കുകയോ, നിങ്ങൾ പ്രത്യേകിച്ച് ഉപേക്ഷിച്ചിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ, ഉപേക്ഷിച്ചിട്ടുള്ള ചില കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി തിരിച്ചു വരാനായിട്ടൊരു ശ്രമം നടത്തി അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, അത് നല്ലതായിരിക്കില്ല. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ്, എഗെയിൻ നിങ്ങൾക്ക് അവിടെ ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് പ്രശ്നങ്ങൾ, എന്താ പറയുക, നിങ്ങൾ അവിടെ വളരെ ഒറ്റപ്പെട്ടിട്ടാണ് റിലേഷൻഷിപ്പിൽ. പറയുമ്പോൾ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട്, പക്ഷെ അവർ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവിടെ വളരെ ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുക ഒറ്റപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ് അല്ലേ? അങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ അത് കണ്ട് അവസാനിപ്പിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അതിലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാനില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം ചോദിക്കുക, ഇതിൽ ഞാൻ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് ഡിസേർവ് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ഒരു കണക്ഷൻ ആണോ അല്ലയോ? ഓക്കെ, അതിന്റെ നിങ്ങൾക്ക് ഉത്തരം എന്താണോ കിട്ടുന്നത് ആ ഉത്തരത്തിനനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ്. Clarify the Ten of Wheels. ഫാമിലി, നിങ്ങളുടെ ഫാമിലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് ഇല്ലേ, നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ കൂടുതൽ എന്താ പറയണ്ടേ, അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും, അത് കൃത്യം ഉപയോഗിക്കുക. ഓക്കെ, അത് പിന്നെ ആവാം അങ്ങനെ വിടരുത്. പിന്നെ പ്രസന്റ് മൊമെന്റിലായിരിക്കുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, പ്രസന്റ് മൊമെന്റിലായിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇല്ല. അപ്പോൾ നടക്കുന്നതിന് അതിൻ്റെതായ സമയം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് എന്തുകൊണ്ട് നടക്കണില്ല എന്ന് ആലോചിച്ച് വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതിന് പകരം ലൈഫിൽ ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, ഓരോ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രൊഡക്റ്റീവ് എങ്ങനെയാക്കാം, ഏറ്റവും ബ്യൂട്ടിഫുൾ എങ്ങനെയാക്കാം എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതിനുള്ള വഴികൾ കാണിച്ചു തരാൻ യൂണിവേഴ്സിനോട് പറയും. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാനുള്ള, നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമാക്കാനുള്ള വഴി യൂണിവേഴ്സിനോട് കാണിച്ചു തരാൻ പറയാ. യൂണിവേഴ്സ് കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് ലെസൺസ്, ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, ഓക്കെ, നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് തരുന്ന ഒരു മാസം കൂടിയാണ്. ആ അറിവുകളെ സ്വീകരിക്കുക. അപ്പോൾ ഒരു ലേണിംഗ് മോഡിലായിരിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, അത് നല്ല അനുഭവങ്ങളിലൂടെ ആയിരിക്കും, നല്ല അനുഭവങ്ങളിലൂടെ നമ്മൾ പാഠങ്ങൾ പഠിക്കും. ഓക്കെ, അങ്ങനെ പാഠങ്ങൾ പഠിക്കുന്ന ഒരു മാസമായിരിക്കാം ഡിസംബർ മാസം. ആ പാഠങ്ങളെ ഉൾക്കൊണ്ട് പോകാൻ പറയുന്നു. അപ്പൊ പല പാഠങ്ങളും പല കാര്യങ്ങളും നമ്മുടെ കാഴ്ചപ്പാടിനെ, ഇതുവരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നതായിരിക്കും. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാവണം. അവിടെ എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ഞാൻ അത് മാറ്റില്ല എന്നുള്ള പിടിവാശി പാടില്ല. ഓക്കെ, കംപ്ലീറ്റ് സറണ്ടേർഡ് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഡിസംബർ മാസത്തിൽ. പിന്നെ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കുക. ഇൻ ദ സെൻസ്, നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആരോടും അവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താരോട് പറയണം, എന്താരോട് പറയണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഓവർ ഷെയറിങ് ഒട്ടും പാടില്ല എന്ന് കാണുന്നു. പിന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ വളരെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ സ്ട്രോങ് ബൗണ്ടറീസ്, അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. സ്ട്രോങ് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് നോ പറയണം എന്നാണെങ്കിൽ നോ പറയുക തന്നെ വേണം. അവിടെ ഒരു കാരണവശാലും യെസ് പറയാനായിട്ട് നിൽക്കരുത്. സ്ട്രോങ് ബൗണ്ടറീസ്. പിന്നെ പറയുന്ന പോലെ നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ ഞാൻ അത് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ, പറയേണ്ട കാര്യങ്ങൾ പറയാം. ഓക്കെ, അത് പറയേണ്ട രീതി ഉണ്ടല്ലോ, ഒരു ന്യൂട്രൽ ടോണിൽ നിന്നിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടോ കാര്യങ്ങൾ പറയാം. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയണം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ അഗെയിൻ ആ ഒരു നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസ്, നിങ്ങളുടെ എന്താ പറയണ്ട ലക്ഷ്യങ്ങൾ, അതിൽ ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആക്ഷൻസ് എടുക്കേണ്ടതിനൊക്കെ ആക്ഷൻസ് എടുക്കുക. അതിന് ഇനിയും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്. പിന്നെ ആവാം അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പാടില്ല. ഡിസംബർ മാസത്തിൽ നിങ്ങളത് ചെയ്തു തുടങ്ങുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കാണുള്ളൂ. നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനനുസരിച്ച് റിസൾട്ട് കാണുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഏഞ്ചലിക് വൈബ്രേഷൻസ് ഒറക്കിൾ ഡെക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ്, ഏഞ്ചലിന്റെ മെസ്സേജ്. ഓക്കെ, ഈ ഡിസംബർ മാസത്തിലേക്ക് ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം.
അപ്പൊ 2025 ഡിസംബർ മാസത്തിലേക്ക് ഗ്രൂപ്പ് 2-ന് ഏഞ്ചൽസ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഓക്കെ, എല്ലാ ഫസ്റ്റ് ഗ്രൂപ്പിന് നമുക്ക് ഇതുപോലെ 2 കാർഡാണ് കിട്ടിയത്. സെക്കൻഡ് ഗ്രൂപ്പിനും അതുപോലെ 2 കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇതിന്റെ ഇനി ബുക്ക് ഉണ്ട്, അതിലാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കുക. അപ്പൊ ആദ്യത്തെ കാർഡ് ഐ ഡിഡ് വെൽ, പിന്നെ പിന്നെ കെയറിങ്. സെൽഫ് കെയറിങ്ങിന് അത് വയലൊന്നും അറിയില്ല. നമുക്ക് ആദ്യം ഐ ഡിഡ് വെൽ നോക്കാം. ഇറ്റ്സ് ടൈം ടു പ്രേസ് യുവർ സെൽഫ്, അതാണ് ഐ ഡിഡ് വെൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രശംസ അർഹിക്കുന്നു. അത് നിങ്ങൾ തന്നെ ആ പ്രശംസ കൊടുക്കണം. മറ്റുള്ളവർ തരണം എന്നുള്ള എക്സ്റ്റേണൽ വാലിഡേഷനിലേക്ക് ഫോക്കസ് ചെയ്യണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം നന്നായി ചെയ്യുമ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ പ്രേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മടി വേണ്ട. അതിപ്പോ എന്തിട്ട് പറയാനുള്ളത്, അങ്ങനെയല്ല, പറയണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. Occasionally we all feel useless, burned out and without motivation. This condition makes it difficult for our heavenly helpers to send inspiration and healing strength. Everyone needs praise, a gaze of love, or an encouraging smile at some point in their life. Do we really need someone else to give us that appreciation? ഇപ്പോൾ ഇവിടെ ഏഞ്ചൽസ് എന്താ ചോദിക്കുന്നത് വെച്ചാൽ, പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ചില സമയങ്ങളിൽ നമുക്ക് തോന്നുമല്ലേ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ, നമുക്ക് കാര്യങ്ങൾ ചെയ്യാണ്ട് പക്ഷെ അത് ചെയ്യാൻ ഒരു തരത്തിൽ നമുക്ക് ഉത്സാഹം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഏഞ്ചൽസിന് നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് എനർജി നൽകുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻസ്പിറേഷൻ നൽകാനോ ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ. കാരണം നമ്മൾ വളരെ ലോ വൈബ്രേഷനിലായിരിക്കും ആ സമയത്ത്. നമുക്ക് ആ ഒരു യൂസ്ലെസ് ആയിട്ട്, ഒരു നിരാശ, ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ തളർന്നിരിക്കുമ്പോൾ, ഒരു ഉത്സാഹം ഇല്ലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ എനർജി വളരെ ലോ വൈബ്രേഷനിലാണ്. അപ്പൊ ഏഞ്ചൽസിനെ അവിടെ നമ്മളെ സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് വേണ്ടി ഇൻസ്പിറേഷൻ നൽകി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഒരു പ്രൈസ്, ഒരു പ്രശംസ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടുള്ള ഒരു നോട്ടം, ഒരു വളരെ എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന ഒരു സ്മൈൽ, അല്ലെ, ഒക്കെ അവര് അർഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് അർഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഏഞ്ചൽസ് ചോദിക്കുന്ന ഒരു കാര്യം, അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം എന്ന് എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് തന്നെ അപ്രീസിയേഷൻ കിട്ടണം എന്നുണ്ടോ? ഇല്ല, നമുക്ക് തന്നെ നൽകാം. ഓക്കെ, you might resolve for a day to be particularly attentive to your task. Give a smile to the people you meet and go through the world with good cheer. In the evening, you will be filled with an exhilarating feeling and can say to yourself, I did a good job. You can be sure that angel smiles will be with you. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസം നിങ്ങളുടെ ടാസ്കിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഈ പറയുന്ന പുഞ്ചിരി, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ മറ്റുള്ളവരിൽ നിന്ന്. ചില സമയത്ത് നമുക്ക് ഒരാൾ ഇപ്പോൾ എന്താ പറയുക സ്നേഹത്തോടുള്ള ഒരു നോട്ടം, അല്ലെങ്കിൽ നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു സ്മൈൽ, അത് നമുക്കും കൊടുക്കാൻ മറ്റുള്ളവർക്ക്. ഇത് എനിക്ക് കിട്ടണം എന്ന് നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ അങ്ങോട്ട് ഇതുപോലെ ആളുകൾക്ക് ആ ഒരു എൻകറേജിങ് സ്മൈൽ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടുള്ള ഒരു നോട്ടം കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ഗുഡ് എനർജിയിൽ അത് നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഇന്റൻഷനൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആവുമ്പോൾ, ആ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം ഒരു സന്തോഷം, ഒരു സംതൃപ്തി ഉണ്ടാവും. കാരണം നിങ്ങൾ ആ ദിവസം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സംതൃപ്തി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പാണ് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവരും നിങ്ങൾ ആ ചെയ്ത പ്രവൃത്തിയിൽ ഒരുപാട് സന്തോഷിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയണേ. നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം നമ്മൾ പോലെ അറിയാതെ കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതിന് ഈ പറയുന്ന പോലെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു പ്രൈസ് മതി, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം മതി, അല്ലെങ്കിൽ ഒരു നല്ലൊരു പുഞ്ചിരി നൽകിയാൽ മതി. ഓക്കെ, ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പം നമ്മളെപ്പോഴും എല്ലാ ദിവസവും നമുക്ക് ആ ഒരു ഇതുണ്ടാവട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇന്റൻഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടാസ്കിൽ നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കാം. ഓക്കെ, അതിനുള്ള നമ്മൾ തന്നെയാണ് ആ ഇൻസ്പിറേഷൻ കണ്ടെത്തേണ്ടത്. നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക, നമ്മളെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. ഈ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ രീതിയിൽ നമ്മൾ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനും മാത്രമല്ല നമ്മുടെ എനർജി ലെവലിലും ഒരുപാട് മാറ്റങ്ങൾ അത് കൊണ്ടുവരും. അപ്പൊ അതാണ് നിങ്ങളുടെ ഡിസംബർ മാസത്തിൽ നിങ്ങൾ ആയിരിക്കേണ്ട എനർജി. ഓക്കെ, ഇനി 37ാമത്തെ കാർഡാണ് കെയറിങ്. കണക്റ്റഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
Being solicitous always means taking care of yourself too. You are there for others. You always have a positive word or a piece of advice with which to send people on their way. Truly, you are a little angel on earth. അപ്പോൾ നിങ്ങളോട് ഗ്രൂപ്പ് 2 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു കെയറിങ് എനർജി ഉള്ള ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റുള്ളവരൊക്കെ ഈ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്നവർ, നിങ്ങളിൽ പലരും അത് ചെയ്യുന്നവരാണ്. ഓക്കെ, ഓൾറെഡി ഈ പറയുന്ന പോലെ ആ ഒരു പ്രൈസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്മൈൽ, ഒരു ലവിങ് ഗെയ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരാൾ തന്നെയാണ് നിങ്ങൾ. അതൊരിക്കലും നമ്മുടെ സന്തോഷങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാകരുത്. അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത്. അപ്പൊ നിങ്ങളെ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആണ്. ഓക്കെ, എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് വേർഡ് നിങ്ങൾക്കുണ്ട്, അവർക്ക് വേണ്ടി ഒരു അഡ്വൈസ് ഉണ്ട്, അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടുന്ന അവർക്ക് ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, ആ പീസ് ഓഫ് അഡ്വൈസ്, ആ ഒരു പോസിറ്റീവ് വേർഡ് ഒക്കെ നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ ഒരു ലോകത്ത് ഒരു ചെറിയ മാലാഖ തന്നെയാണ്. ഓക്കെ, ആ ഒരു പ്യുവർ ഇന്റൻഷൻ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു എൻകറേജ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക. അങ്ങനെ അവരുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുമെങ്കിൽ അത് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ലിറ്റിൽ ഏഞ്ചൽ തന്നെയാണ്. ഓക്കെ, ആ ഒരു പ്യുവറസ്റ്റ് സോൾ ആണ് നിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏഞ്ചൽസ് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. However, it would be advisable for you and your health not to spend days or even hours with your thoughts on others alone. What we do for others, we must also do for ourselves. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നിൽക്കാതെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് അത് ഹെൽത്തി ആവുള്ളൂ. മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ളത് നല്ല പ്രവൃത്തിയാണ്. പക്ഷെ അവിടെ നമ്മളുടെ സന്തോഷം സാക്രിഫൈസ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ല പ്രവൃത്തിയാണെന്ന് ചോദിച്ചാൽ അത് ഹെൽത്തി അല്ല. ഓക്കെ, അത് ലോങ് ടേമിൽ ചെയ്യുന്നത് ഹെൽത്തി അല്ല. നമ്മളെ തന്നെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ, അത് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ഏഞ്ചൽസ് ഇവിടെയും പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർക്ക് കെയറിങ് കൊടുത്തോളൂ, അവർക്ക് വേണ്ടത് എൻകറേജ്മെന്റ് കൊടുത്തോളൂ. അത് പക്ഷെ നിങ്ങൾക്കും കൊടുക്കണം. ആ കെയറിങ്, ആ കമ്പാഷൻ, ആ സ്നേഹം അത് നിങ്ങൾക്കും കൊടുക്കണം. You can only lead a truly happy life if you can feel yourself on the inner level too. അപ്പോൾ നല്ല ശരിയായ ഒരു ഹാപ്പി ലൈഫ്, സന്തോഷം നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു കെയറിങ്ങും എല്ലാം നിങ്ങൾക്കും കൊടുത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്ക് നേടുമ്പോഴേ നിങ്ങളുടെ ലൈഫ് ശരിക്കും സന്തോഷം നിറഞ്ഞ ജീവിതമാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ എപ്പോഴും നിങ്ങളിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സംതൃപ്തി കുറവ്, എന്തൊക്കെ നല്ലതാന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നമുക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ്, നമ്മളെ നെഗ്ലക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു വേക്കന്റ് എനർജി നമ്മുടെ ഉള്ളിൽ ഒരു സംതൃപ്തി ഇല്ലായ്മ നമ്മൾ അനുഭവിക്കുന്നത്. ദിസ് ഈസ് എ ബേസിക് റിക്വയർമെന്റ് ടു ബിക്കം എ ഗ്രേറ്റ് ഏഞ്ചൽ ഓൺ എർത്ത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ചെറിയ മാലാഖയാണ്, എന്താ പറയാ, ഒരു ഗ്രേറ്റ് ഏഞ്ചൽ. ആ ഒരു ഏഞ്ചൽ എനർജി നിങ്ങളിലുള്ളത് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കാം, മറ്റുള്ളവർക്ക് ആ ഒരു നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് സന്തോഷം, അവർക്ക് ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുക, ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആ സ്നേഹവും കരുതലെല്ലാം നിങ്ങൾക്കും കൊടുക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഏഞ്ചലിക് എനർജി എന്തുണ്ടാവുക, ആംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ആണ് നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ ഡിസംബർ മാസത്തിൽ ഫോളോ ചെയ്യേണ്ടത്. ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ചില ആളുകളുണ്ടല്ലേ, അവർ ടെൻഷൻ അടിക്കുമ്പോൾ അവർ ടെൻഷനൊക്കെ ചുറ്റുള്ളവർക്കൊക്കെ കൊടുക്കും. അവരും ടെൻഷൻ അടിക്കും, ചുറ്റുള്ളവരും ടെൻഷൻ അടിപ്പിക്കും. അല്ലെങ്കിൽ അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം ചുറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കും. ഓക്കെ, എന്നാൽ ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ അതുപോലെ ചെയ്യില്ല. അതൊരു നല്ല പ്രവണതയല്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിലുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെപ്പോഴും അത് ചെയ്യുക. അത് പക്ഷെ ഒരിക്കലും സെൽഫ് സാക്രിഫൈസിലായിരിക്കരുത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം.
ഓക്കെ, ഞാൻ ഈ കാർഡ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തിരികെ വരാം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ തേഴ്സ്ഡേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. തേഴ്സ്ഡേ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ് ഡിസംബർ മാസത്തിൽ എന്ന് കാണുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം തേഴ്സ്ഡേ ആയിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് 10, 19, 26, 28 ഈ ഡേറ്റ്സ് ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ എന്ന് പറയുന്നത് വിന്റർ സീസൺ ആയിരിക്കാം. സമ്മർ, സ്പ്രിംഗ്, ഓട്ടം, ഫോൾ ഇതിൽ ഏതെങ്കിലും സീസൺ നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജൂൺ മാസം, നിങ്ങൾ ജനിച്ച മാസം ജൂൺ മാസം ആയിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് OVCKIN എന്ന ആൽഫബറ്റ്സ് ആണ്. ഈ ആൽഫബറ്റ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഇതിൽ ഏതിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗ് നിങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തുടങ്ങി നമ്മൾ അടുത്ത ഞായറാഴ്ച വരെ, അതായത് 30-ാം തീയതി വരെ ഓൾറെഡി റീഡിംഗ് ബുക്ക് ചെയ്തവർക്ക് റീഡിംഗ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡെലിവറി ഡേറ്റിൽ നിന്ന് ഒരു ഫ്രീ അപ്ഗ്രേഡ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 7th ഡേക്കാണ് റീഡിംഗ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ സെയിം പ്രൈസിന് നിങ്ങൾക്ക് റീഡിംഗ് 4th ഡേ ലഭിക്കും. അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് ഈ സൺഡേ വരെയാണ്. സൺഡേ വരെയുള്ള ബുക്കിങ്ങിനാണ് ഈ പറയുന്ന ഓഫർ വാലിഡ് ആയിരിക്കുള്ളൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ 30-ാം തീയതി വരെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന റീഡിങ്ങിന്റെ ടോട്ടൽ റേറ്റിൽ ഒരു 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്നില്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ 30-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ റീഡിംഗ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ലൊരു ഡിസംബർ മാസം ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ മാസം എങ്ങനെയാകും എന്നുള്ളത് നോക്കാം. ഡിസംബർ മാസം പൊതുവെ ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? ഓക്കെ, അണ്ടർലൈൻ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വേൾഡ് കാർഡ് ആണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എനർജി, നിങ്ങൾ എങ്ങനെയാണോ ഡിസംബറിനെ സമീപിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഡിസംബർ മാസം. അതാണ് ഒരു ഷോർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിലായിരിക്കും കാര്യങ്ങൾ നടക്കുക, ലൈഫ് നല്ലതായിരിക്കും. അങ്ങനെ ഒരു എനർജിയിൽ പോകും തോറും കാര്യങ്ങൾ വളരെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട്, വളരെ എന്താ പറയാ, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേസമയം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെയാവോ, മുന്നത്തെ പോലെ തന്നെ ആവോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതുപോലെ പ്രശ്നങ്ങളും ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് എനർജിയിലാണോ ഡിസംബറിനെ സമീപിക്കുന്നത് ആ എനർജിയാണ് ഡിസംബർ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ, നിങ്ങളുടെ 3D റിയാലിറ്റിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചില കാര്യങ്ങളിൽ ഒരു അവസാനം ഉണ്ടാകുന്നു. ചില സിറ്റുവേഷനിൽ പറഞ്ഞ പോലെ പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത്, എക്സ്പാൻഷൻ ഉണ്ടാകുന്നു, ഗ്രോത്ത് ഉണ്ടാകുന്നു. ചില പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനുകളുടെ ഒരു അവസാനം, അതിലൂടെ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ റിലീഫും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസസ് ഉണ്ട്, കുറച്ചൊരു എന്താ പറയണ്ടേ, അഡ്വഞ്ചറസ്, യെസ് അങ്ങനെ പറയാം, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം. സർപ്രൈസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, അതിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഡിസംബർ മാസത്തിൽ. ഇനി നമുക്ക് കരിയറിന്റെ എങ്ങനെയായിരിക്കും എനർജി നോക്കാം. 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 3യുടെ കരിയർ എങ്ങനെയാകും? നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. Clarify the death card. Thank you. Clarify the 3 of
Pentacles. Clarify the Three of Pentacles. Thank you. Clarify the Devil. Clarify the Knight of Cups. ഓക്കെ, നമ്മുടെ കരിയറിൽ വീണ്ടും ഒരു അവസരം എന്നാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്കൊരു ഡ്രീം ജോബ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബിനോട് വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ ജോലി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ സ്വാർത്ഥമായ ഇടപെടലുകൾ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിന്റെ എന്തെങ്കിലും എന്താ പറയണ്ടേ, അവരുടെ ചില സ്ട്രാറ്റജിക് മൂവ്സ് കാരണം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിലുള്ള ജോലി ലഭിക്കാനായിട്ട് വീണ്ടും ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് അന്ന് ആ ഒരു ഇത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടായിട്ടായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ വരുന്നത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇതുപോലെ ഒരു അൺഎക്സ്പെക്ടഡ് എനർജി, നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കാം ഈ ഒരു കാര്യം വരുന്നത്. ദൂരെ നിന്നാവാം. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ കുറച്ച് ദൂരെ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും ഈ പറയുന്ന ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത് കുറച്ച് ദൂരെ നിന്നായിരിക്കാം. യാത്ര ഇൻവോൾവ് ആയിട്ട് കാണുന്നു. ഓൺലൈനിലൂടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, അപ്പൊ നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിൽ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നിട്ട് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനോട് അലൈൻഡ് ആയി നിൽക്കുന്ന ഓപ്ഷൻ ഏതാണോ, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഏതാണോ വരുന്നത്, അതിൽ ഫോക്കസ് ചെയ്യുക. അതിന് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ രണ്ടാമതൊരു അവസരം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെ നിങ്ങൾ വിട്ടുകളയരുത് എന്നുള്ള ഒരു എനർജി ഉണ്ട് നമുക്ക്. അതായത് അത് കൃത്യമായി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അതിന് എന്തായാലും ആ ഒരു അവസരം യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കാം. മുന്നേ പലരുടെയും ഇടപെടൽ കൊണ്ടാണ് അത് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എത്താൻ ഒരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കി ആ അവസരത്തിന് സ്വീകരിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ്. ഓക്കെ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ മാത്രം ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സിന് വേണമെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ചിലപ്പോൾ സിറ്റുവേഷനിന് ഇതുവരെയും ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ നിങ്ങളത് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ലോസ്, ആ ഒരു ഫെയിലിയർ, അത് നിങ്ങളൊട്ടും ഡിസേർവ് ചെയ്യുന്നതായിരുന്നിരിക്കില്ല. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ പോലെ അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ വീണ്ടും അവസരം യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ തട്ടിക്കളയരുത്. പിന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ജോബിലുള്ളതാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു, പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ ആളുകളുടെ ഇടപെടൽ കൊണ്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ, അത് വീണ്ടും ലഭിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ വരുന്നുണ്ട്. സെക്കൻഡ് ചാൻസ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെ കൃത്യമായി യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോബ്. അത് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക, നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇന്റർവ്യൂസിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. അതിനൊരു കെയർലെസ് ആയിട്ട് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യരുത് എന്നുള്ളത്, ആ അവസരത്തിന് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. വളരെ കോൺഫിഡന്റ് ആയിട്ട് പോവുക അതുപോലെ. ഓക്കെ, ഇനി 2025 ഡിസംബർ മാസത്തിലെ ഗ്രൂപ്പ് 3യുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാവും? ക്ലാരിഫൈ ദ കിങ് ഓഫ് കോയിൻസ്.
ഓക്കെ, പ്രോഗ്രസ് തന്നെയാണ് കാണുന്നത്. അണ്ടർലൈൻ എനർജി നോക്കുക, 8 ഓഫ് വാൻസ് ആണ്. പെട്ടെന്ന് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഈ ഡിസംബർ മാസത്തിൽ. ഓക്കെ, അപ്പോ ഈ ആദ്യം കിട്ടിയ കാർഡുകൾ നോക്കുക. കിങ് ഓഫ് കോയിൻസ്, 10 ഓഫ് കോയിൻസ്, 6 ഓഫ് കോയിൻസ്. അതായത് പ്രോസ്പെരിറ്റി നല്ലവണ്ണം ആ ഒരു എനർജി വളരെ ഫേവറബിൾ ആണ്. സാമ്പത്തികമായിട്ട് ഉയർച്ച, സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി, ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നു. ജോലിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവുന്നതായിരിക്കാം. ചിലപ്പോൾ വല്ല ഫാമിലി പ്രോപ്പർട്ടി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്നതിന് നല്ല വിലയിലേക്ക് വിറ്റിട്ട് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാല്, അർഹിക്കുന്നവർക്ക് അതിൽ നിന്നൊരു പങ്ക് കൊടുക്കാൻ പറയുന്നു. അതായത് ഇപ്പൊ ഒരു ദാനം ചെയ്യാന്ന് പറയില്ല, അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഒരുപാട് കൊടുക്കണം, വാരിക്കോരി കൊടുക്കണം എന്നല്ല പറയണേ, പക്ഷെ അതിൽ നിന്നൊരു പങ്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി പൈസ അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കില്ലേ, അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളത് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഒരു പ്രോഗ്രസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ എടുക്കുന്ന ചില ആക്ഷൻസ്, നിങ്ങൾ ചില പാസ്റ്റ് എനർജീസ് റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മള് സാമ്പത്തികമായിട്ട് നമ്മുടെ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കാര്യത്തില് നിങ്ങൾ ഏതോ ഒരു പാസ്റ്റ് എനർജി റിലീസ് ചെയ്തത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടാവണം എന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പാസ്റ്റ് എനർജി റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുന്നത്. എല്ലാ കാര്യങ്ങളും എനർജറ്റിക്കലി കണക്റ്റഡ് ആണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, അതെപ്പോഴും ഓർക്കുക. പിന്നെ സാമ്പത്തികമായിട്ട് എല്ലാ ഇടപാടുകളിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഷാർപ്പായിരിക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട്, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനോടാണ് ചോദിക്കേണ്ടത് വേണോ വേണ്ടയോ എന്നുള്ളത്, നല്ല തീരുമാനമാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ മതി മറന്നു പോവാതിരിക്കാനും കേൾക്കുന്നുണ്ട്. അതായത് ഒരുപാട് പൈസ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ ഒരു വരുമാനം ഉണ്ടാകുക, ബിസിനസ് ആണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ ഉണ്ടാകുക, അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടൊരു ഉയർച്ച, ഒരു സമൃദ്ധി കാണുന്നുണ്ടല്ലോ. അപ്പം അത് എക്സൈറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ എക്സൈറ്റ്മെന്റ് കൊണ്ട് എന്താ പറയണ്ടേ, ഓവർ സ്പെൻഡിങ് അതൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇനി കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഈ 2025 ഡിസംബർ മാസത്തിലെ ഗ്രൂപ്പ് 3യുടെ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ എങ്ങനെയാകും? Okay, judgment, clarify the judgment. Clarify the 4 of wands. ഓക്കെ, അപ്പൊ നമുക്ക് എംപറർ കാർഡും കൂടി കിട്ടിയിട്ടുണ്ട്. അണ്ടർലൈൻ എനർജി ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില റിലേഷൻഷിപ്പിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകാം. ഓക്കെ, അത് ചില അകന്നുപോയ ബന്ധങ്ങൾ അടുത്ത് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ബന്ധങ്ങൾ അകന്നു പോകാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. അതെല്ലാം അതായത് മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ നല്ലതിനാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കല്യാണം പോലുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഫാമിലിയിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു കല്യാണം, അല്ലെങ്കിൽ കല്യാണ നിശ്ചയം, അതിനൊക്കെ ഒരു സാധ്യത കാണുന്നു. അങ്ങനെ ഒരു ഔസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ആഘോഷം, ഓക്കെ, അല്ലെങ്കിൽ ഔസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടാവാൻ, അതിന്റെ ഒരു ഭാഗമാകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ സൗഹൃദത്തിലായിരിക്കും, സുഹൃത്തുക്കളുടെ ആയിരിക്കാം, അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമാകുക. ഓക്കെ, അത് പറയുന്നു. പിന്നെ ചില റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പോലെ റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതായത് അത് ഇനിയും നന്നാക്കി എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ കണക്ഷൻസും ഓരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതില്
അതിൽ നിന്ന് നമുക്ക് എന്ത് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക, നമ്മുടെ ലൈഫിൽ എങ്ങനെ ആ ഒരു പാഠങ്ങളെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ആ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഓരോ റിലേഷൻഷിപ്പിലും നമുക്ക് ഓരോ എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ അവിടെ അതിനെ ഇമോഷണലി ഫേസ് ചെയ്യാതെ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ഇമോഷൻസ് പുറത്തേക്ക് വരും, ഡെഫിനറ്റ്ലി അത് എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടാതെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് അതിൽ നിന്ന് എന്ത് ലെസൺസ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എന്താ പറയാ ഫോളോ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം എന്നും കൂടെ കാണുന്നു. പിന്നെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളൊരു നല്ല ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒരു അകൽച്ചയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അകൽച്ച മാറണം, അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആ മാറ്റം കാണാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുന്നു. ഒരു ആ ബന്ധു ആ ഒരു പെർട്ടിക്കുലർ ഫാമിലിയുമായിട്ട് റിലേറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു അടുപ്പം കൂടാനൊക്കെ ഒരു അവസരം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സുഹൃത്തുക്കൾ, ഓക്കെ, സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നു. ജോലി സ്ഥലത്തായിക്കോട്ടെ അല്ലാതെ തന്നെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സുഹൃത്ത് ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ആ അകൽച്ചയൊക്കെ മാറി, ഇപ്പൊ തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം അകൽച്ചയുള്ളത്, അതിപ്പോ നിങ്ങൾക്ക് അതൊക്കെ മാറണം, തെറ്റിദ്ധാരണയൊക്കെ മാറണം, ആ ബന്ധം പഴയ പോലെ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് സംഭവിക്കാനായിട്ട് ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഫാമിലിനെ സംബന്ധിച്ചും ഫ്രണ്ട്സിനെ സംബന്ധിച്ചും പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം. അപ്പൊ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്. ഓക്കെ, അപ്പൊ പല ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസരം വരും. അപ്പൊ നിങ്ങൾ എന്തായാലും അതിന് ഡിസിഷൻസ് അപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എടുക്കുന്ന ഡിസിഷൻസിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, ആ ഒരു സ്ഥിരത ആണ് ഒരു തീം എന്ന് പറയുന്നത്. നിൽക്കുന്ന ആ മാറ്റങ്ങൾ, അതായത് റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ അകന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ അടുക്കാം, അടുത്ത് നിൽക്കുന്നത് അകലാം, അതുപോലെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ആ സംഭവിക്കുന്നതിനെ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, ഓരോന്നും നിങ്ങളുടെ നല്ലതിനാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ പല എനർജിയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഒരുപാട് വളർച്ച കൊണ്ടുവരുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും ഈ സൗഹൃദങ്ങളിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ആ കിട്ടുന്ന എക്സ്പീരിയൻസ് അതൊരു ലെസൺ ആയിട്ട് കണക്കാക്കി ആ ലെസൺ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി പ്രണയ ജീവിതത്തില് 2025 ഡിസംബർ മാസത്തില് ഗ്രൂപ്പ് 3യുടെ പ്രണയ ജീവിതത്തില് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം, എങ്ങനെയാകും? Clarify the full card. Okay, clarify the 3 of Pentacles. King of Wands. Clarify the King of Wands. 2 of Wands. Clarify the Page of Swords. ഓക്കെ, ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജി കിട്ടുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, അങ്ങനത്തെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ആ ഒരു ട്രൈബ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരാളെ നിങ്ങൾ പരിചയപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് കാണുന്നത്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു മൊമെന്റിലാണ് ഈ ഒരു വ്യക്തിനെ പരിചയപ്പെടാനായിട്ട് സാധ്യത കാണുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് സാധ്യത കാണുന്നത്. അപ്പോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാർട്ട്ണർ എന്ന് തോന്നും. ഓക്കെ, ഡെഫിനറ്റ്ലി.
പക്ഷെ അത് നിങ്ങൾ എല്ലാ തരത്തിലും അങ്ങനെയാണ്. എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷൻ നൽകാൻ പറ്റുന്ന ഒരാളാണ് അവർ എന്ന് നിങ്ങൾക്ക് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തണം. ഓക്കെ, നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് അവിടെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസ് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ഓരോ സമയം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഓരോ ക്ലൂസ് തരും. അപ്പൊ അവർ ഡിസേർവിംഗ് ആണെങ്കിൽ ഡിസേർവിംഗ് ആണ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ അല്ല എന്നുള്ളതും കാണിക്കും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ആ കിട്ടുന്ന സയൻസിനെ നിങ്ങൾ അത് നോട്ട് ചെയ്യുക, അതനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ പറയുന്നു. ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് പെട്ടെന്ന് ഓക്കെ ഇതെന്റെ വിഷ് ഫുൾഫിൽമെന്റ് ആണ് എന്നൊരു തോന്നല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ ആകാം, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല എന്നല്ല പറയണേ, അങ്ങനെയാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് അത് അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ദർ ഇസ് മോർ എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചിലവർക്ക് ഇത് വിഷ് ഫുൾഫിൽമെന്റ് തന്നെയാണ്, ചിലവർക്ക് അത് അങ്ങനെ തോന്നുമെങ്കിലും എന്താ പറയണ്ടേ, അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ആ ഒരു എക്സൈറ്റഡ് ആകാതെ വി ഷുഡ് ലുക്ക് ഫോർ ദ സൈൻസ്. അതായത് എങ്ങനെയാണ് ഈ വ്യക്തി അവര് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് പെരുമാറുന്നത്, അവരുടെ രീതികള്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പിൽ നമ്മുടെ സെയിം വേവ് ലെങ്ത് ആണ് അല്ലെങ്കിൽ നമ്മുടെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് എന്നത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനെ എക്സ്പ്ലോർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കോൺഫിഡന്റ് ആയിരിക്കുക, നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം നിങ്ങളില്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിംഗിൾസിന് പ്രത്യേകിച്ച് ഈ മെസ്സേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് ഡിസിഷനിലേക്ക് നിങ്ങളുടെ ഡിസിഷനിലേക്ക് പോകേണ്ടത്. ആ വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യണോ വേണ്ടോ എന്നുള്ളതിലേക്ക് പോകേണ്ടത്. ഇനി ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഇടയിലും നിങ്ങൾക്ക് ഒരു ഫ്രഷ് എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഡിസംബർ മാസം. ഓക്കെ, വളരെയധികം ആ ഒരു നിങ്ങളുടെ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അട്രാക്ഷൻ പരസ്പരം വളരെ കൂടുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ യാത്രകളൊക്കെ ഒരുമിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നതാണ്. അപ്പൊ ആ യാത്രകളൊക്കെ ഒരുമിച്ച് ചെയ്യുക. ഓക്കെ, അഗെയിൻ അവിടെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അത് അവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അഡ്രസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി നോട്ട് ചെയ്ത് അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറയുന്ന പോലെ വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കുക. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസംബറിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെതായ ഒരു സൈൻ കണ്ടില്ലെങ്കിലും യു ഷുഡ് ട്രസ്റ്റ് ദ അൺനോൺ, യു ഷുഡ് ട്രസ്റ്റ് ദ ഡിവൈൻ. അത് റൈറ്റ് ടൈമിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ സാധ്യത വളരെ സ്ട്രോങ് ആണ്. ഇത് തന്നെയാണ് സിംഗിൾസിന്റെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ഓക്കെ, പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ നോട്ട് ചെയ്യണം. അത് ചിലപ്പോ ശരിയായ പേഴ്സൺ വരുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ആൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്റെ കറക്റ്റ് എക്സാക്ട് എന്റെ പാർട്ട്ണർ തന്നെയാണ് എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ. പക്ഷെ പിന്നെ അവരായിട്ട് കൂടുതൽ ഇടപെടുമ്പോഴാണ് ഒരുപാട് ഇതല്ല ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ക്വാളിറ്റീസ് അവർക്കില്ല, ചില ക്വാളിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാവുമ്പം ഒബ്വിയസ്ലി ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യാതിരിക്കുക. കാരണം അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അതിനെ വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ എൻ്റർ ആവുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. വിഷ് ഫുൾഫിൽമെന്റിന്റെ സാധ്യതയുണ്ട് ഡെഫിനറ്റ്ലി. ആ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ലാസ്റ്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ പറയുന്ന ആ ഒരു സയൻസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ബോധ്യം ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾക്ക് അവരെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ, എന്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, എന്നെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ആ റിലേഷൻഷിപ്പിൽ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത്, ആ റിലേഷൻഷിപ്പ് ഇങ്ങനെയായിരിക്കണം, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ വ്യക്തത ഉണ്ടാകുമ്പോഴാണ് ആ നിൽക്കുന്ന എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് നൽകാൻ സാധ്യതയുണ്ടോ, അവരെങ്ങനെയാണ് ചെയ്യുന്നത്, എന്റെ പാർട്ട്ണർ തന്നെയാണോ, ആ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതാദ്യം ആ വ്യക്തത ആദ്യം വരുത്തി വെക്കാം. എന്നിട്ട് ഈ പറയുന്ന പോലെ ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ മാത്രമാണോ അതോ ഇതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി കണക്ഷൻ ഈ വ്യക്തിക്ക് തരാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഇല്ല എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കണക്ഷൻ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അതിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, കണ്ടിന്യൂ യുവർ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക.
എനിക്ക് കിട്ടുന്നൊരു എനർജി പിന്നെ എൻ്റർ ചെയ്യുന്ന ആള് ഒരുപാട് സമയം എടുക്കില്ല, പിന്നെ എൻ്റർ ചെയ്യുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയണ്ടേ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇനി നമുക്ക് ഗൈഡൻസ് നോക്കാം. അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇതിലൊന്നും എന്താ പറയണ്ടേ ഇൻവോൾവ് ആകാതിരിക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, മറ്റുള്ളവർ പറഞ്ഞത് കേട്ടത് അത് തന്നെയാണെന്ന് വിശ്വസിക്കാതിരിക്കുക. ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ട് ഉള്ള ഒരു, അതായത് ഒരു ലൈഫില് ഒരു റുട്ടീൻ ഫോളോ ചെയ്യാം. ഓക്കെ, ആ ഒരു സ്റ്റെബിലിറ്റി, അങ്ങനെയാണ് നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കാം. പിന്നെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോവുക. ഓരോ ദിവസം ബ്യൂട്ടിഫുൾ ആക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പോവുക. ഓക്കെ, അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ആ ദിവസത്തിനെ ഉപയോഗിക്കാം എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. ഭാവിയെ കുറിച്ചും കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ചിന്തകൾ, അവസാനിച്ചു പോയതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും അധികം വേണ്ട. അതുപോലെ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചും ചിന്തിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളതെല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത കാര്യമാണ് അല്ലേ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ അവസാനിച്ചു പോകുന്നതിനെ അവസാനിച്ചു പോവാനായിട്ട് അനുവദിക്കുക. അവസാനിക്കേണ്ടതുണ്ട്, അപ്പോഴാണ് ചില പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുള്ളൂ. ഒന്ന് അവസാനിച്ചാലാണ് വേറൊന്ന് തുടങ്ങാനായിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ എൻഡ് ചെയ്യുന്നതിനെ അതിനെ അവസാനിക്കുമ്പോൾ അതങ്ങനെ നടക്കാനായിട്ട് അനുവദിക്കുക. ഒക്കെ യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരമാണ്, നമ്മുടെ നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പുതിയ തുടക്കങ്ങളെയും യൂണിവേഴ്സ് കൊണ്ടുവരുന്ന പുതിയ തുടക്കങ്ങളെയും രണ്ട് കൈനീട്ടി സ്വീകരിക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ബോധ്യത്തോടെ വേണം, ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങളും നേരായ വഴിക്കൂടെ മാത്രം കാര്യങ്ങൾ ചെയ്യാം. പലരും പല രീതിയിലും എന്താ പറയണ്ടേ പലതരത്തിലുള്ള കാര്യങ്ങൾ പലരും നിങ്ങൾ ഉപദേശിക്കാം. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, കുറുക്കുവഴി അതെല്ലാവരും ചെയ്യുന്നതാണ്, അതിപ്പോ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നേരായ വഴിക്കൂടെ, കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല, നേരായ വഴിക്കൂടെ മാത്രം ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ട് പോലും ഇപ്പോ കള്ളം പറയാതിരിക്കുക. നിങ്ങൾ കള്ളം പറയുന്ന വ്യക്തിയാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ പറയേണ്ട ആവശ്യം മറച്ചു വെക്കുന്ന ഒരു ടെൻഡൻസി വേണ്ട. മാക്സിമം ട്രാൻസ്പെറൻസി, പ്രത്യേകിച്ച് നിങ്ങളുടെ വർക്ക് സ്പേസിലൊക്കെ മാക്സിമം ട്രാൻസ്പെറൻസി നല്ലതാണ്. ഓണസ്റ്റ് ആയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ഓറക്കിൾ ഡെക്ക് വാങ്ങിയിട്ടുണ്ട്, ഏഞ്ചലിക് വൈബ്രേഷൻസ് ഓറക്കിൾ ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാർഡ്സ് എടുക്കാം. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് ഡിസംബർ മാസത്തിലേക്ക് ഗ്രൂപ്പ് 3ക്ക് നൽകാനുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ബാക്കി രണ്ട് ഗ്രൂപ്പിന് രണ്ട് കാർഡ് വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരൊറ്റ കാർഡാണ് കിട്ടിയിട്ടുള്ളത്, ലിസണിങ്. ഇപ്പോൾ കാർഡ് നമ്പർ 4 ആണ് ലിസണിങ്. Listening is a special gift. To listen means to focus less on yourself and be present for someone else. ഇതിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലിസണിങ് എന്ന് പറയുന്നത്, കേൾക്കുക, മറ്റൊരാളെ കേൾക്കുക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ, ആ ലിസണിങ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേ, നമ്മളിലൊക്കെയുള്ള ഫോക്കസ് കുറച്ച് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ആവുക, അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതാണ് ലിസണിങ്. Be an angel on earth and lend an ear to a person who needs to confide in someone. We are preoccupied every day that we are rarely able to truly listen. ഇപ്പോൾ ഏഞ്ചൽസ് എന്താ പറയണെന്ന് വെച്ചാൽ ഒരു മാലാഖ അവനെ നിങ്ങളോട് പറയണം. അതായത് ഒരാൾക്ക് ആർക്കെങ്കിലും, ചിലപ്പോൾ ചിലർക്ക് എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ, അവർ നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ടി ആ സമയം മാറ്റിവെക്കുക. ട്രൂലി അത് ലിസൺ ചെയ്യാം. അല്ലാതെ അവർക്ക് വേണ്ടി കേട്ടിരിക്കുക, എൻ്റെ ഫോൺ ഇങ്ങനെ നോക്കി ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഒട്ടും റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ അയ്യോ എനിക്കിത് കഴിഞ്ഞ ആൾക്കാരും ചെയ്യണല്ലോ, ഇത് ചെയ്യണല്ലോ, അങ്ങനെ നിൽക്കാതെ ആ സമയം അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. അവർക്കത് അവർക്ക് ആരോടെങ്കിലും അതൊന്ന് പറയണം, ആരെങ്കിലും അതൊന്ന് ലിസൺ ചെയ്യണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനായിട്ട് നിങ്ങളോട് ചെവി കൊടുക്കാനാ പറയണേ. നിങ്ങളുടെ കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെച്ചത് കൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾ ലേറ്റ് ആവില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് ഒരു നന്മയാണ് അവർക്ക് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു നന്മയാണ്, തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു നന്മയാണ്. ഓക്കെ, അതൊരു വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് മനസ്സിലാക്കുക. അത് വളരെ നല്ലൊരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ അവസരം കിട്ടുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയം അതിനായിട്ട് ഉപയോഗിക്കുക. അവിടെ നിങ്ങൾ ട്രൂലി നിങ്ങൾ അത് ലിസൺ ചെയ്യണം. ഓക്കെ,
and yet it is wonderful to experience the infinite trust that is placed in you. അപ്പൊ സാധാരണ ഇപ്പോഴത്തെ ഒരു ലോകത്ത് എല്ലാവരും ഭയങ്കര തിരക്കാണ് അല്ലേ? എല്ലാവർക്കും അവരുടെ കാര്യത്തിൽ ധൃതി മറ്റൊരാളെ കേൾക്കാനോ മറ്റൊരാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് കണ്ടറിഞ്ഞ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ നേരമില്ല. അപ്പൊ അത് അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ ആവരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ടും ഒരാൾ നിങ്ങളിലേക്ക് നിങ്ങളൊരു കാര്യം അവരുടെ കാര്യം കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നുണ്ടെങ്കിൽ അവർ അത്രയും നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് അവരുടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഡെഫിനറ്റ്ലി അവർക്ക് വേണ്ടി പ്രസന്റ് ആകണം. Just as the angels listen to us and share our worries, fears and plans, you too can be an angelic listener on earth. നമ്മളുടെ വിഷമങ്ങള്, സങ്കടങ്ങള്, പേടികള്, നമ്മുടെ പ്ലാൻ ഒക്കെ നമ്മൾ ഈശ്വരനോട്, നമ്മുടെ ഏഞ്ചൽസിനോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യും ഇല്ലേ? അവരത് എത്രത്തോളം അറ്റൻറ്റീവ് ആയിട്ട് കേട്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും എന്ത് വേണം, നമ്മുടെ അടുത്ത് ഒരാൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫുള്ളി അവരിലേക്ക് ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടി ആ സമയം ഫുള്ളി പ്രസന്റ് ആയിക്കൊണ്ട് ഒരു ഏഞ്ചലിക് എനർജിയിലായിക്കൊണ്ട് ഒരു ഏഞ്ചൽ പ്രസൻസിൽ നമ്മളോടും ഈ ഭൂമിയിൽ ആയിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പൊ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ അങ്ങനെയാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രസന്റ് ആവുക. ഓക്കെ, ബാക്കി എല്ലാം മാറ്റി വെച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. എൻ്റെ ഫോണിന്റെ ബാറ്ററി ഇപ്പൊ കഴിയും. അപ്പൊ അതിന് മുൻപ് നിങ്ങളുടെ ക്യാപ്സ്യൂൾ ക്ലൂസും കൂടെ എടുത്ത് റീഡിംഗ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഞാൻ ഈ കാർഡ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ക്ലൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. ബുധനാഴ്ച നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ വളരെ നല്ല ദിവസമാണ്. അപ്പൊ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ ബുധനാഴ്ച തുടങ്ങുക. ഓക്കെ, ബുധനാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു. പ്രധാനപ്പെട്ട തീയതികൾ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ 1, 5, 13, 15, 21, 22, 27, 28. ഇനി വിന്റർ സീസൺ. ഓക്കെ, വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ വിന്റർ സീസൺ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീസൺ ആയിരിക്കാം. ആൽഫബറ്റ്സ് കിട്ടിയിട്ടുള്ളത് NZ അല്ലെങ്കിൽ ZW. ഓക്കെ, അപ്പൊ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ, നിങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഓൾറെഡി റീഡിംഗ് ബുക്ക് ചെയ്തവർക്ക് ഇനി റീഡിംഗ് ബുക്ക് ചെയ്യുമ്പോൾ ഫ്രീ ഡെലിവറി അപ്ഗ്രേഡ് ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് 7ാം ദിവസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ സെയിം റേറ്റിന് നിങ്ങൾക്ക് റീഡിംഗ് 4ാം ദിവസം കിട്ടും. ഓക്കെ, ഇനി 24 ഹവേഴ്സിനുള്ളിൽ കിട്ടാനാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ആ സെയിം റേറ്റിന് നിങ്ങൾക്ക് സെയിം ഡേ തന്നെ റീഡിംഗ് കിട്ടും. അങ്ങനെ ഒരു ഡെലിവറി അപ്ഗ്രേഡ് ആണ് ഉണ്ടാകുന്നത് ഫ്രീ ആയിട്ട്. അപ്പൊ റേറ്റിൽ നിങ്ങൾ കുറഞ്ഞ റേറ്റ് ആണ് അടയ്ക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് വളരെ നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്തതിനേക്കാളും നേരത്തെ നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുന്നതാണ്. അത് റിട്ടേണിംഗ് ക്ലയൻസിന് മാത്രമുള്ളതാണ്. ഇനി പുതുതായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാനുള്ളവർക്ക് ഈ ഞായറാഴ്ച വരെ, അതായത് നവംബർ 30 വരെ ബുക്ക് ചെയ്യുന്നവർക്ക് ടോട്ടൽ റേറ്റിൽ, നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന്റെ ടോട്ടൽ റേറ്റിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓഫർ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് കൂടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. വളരെ നല്ലൊരു ഡിസംബർ മാസം ആശംസിക്കുന്നു. താങ്ക് യു.